കൂടെ നമുക്ക് ദൈവസന്നിധിയിൽ ഉപവസിക്കുവാൻ സ്വർഗം സഹായിച്ചു. നമുക്ക് കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് നമുക്ക് അടുത്തു വരാം. കർത്താവ് നമ്മളെ നിലനിർത്തുന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. കഴിഞ്ഞ ആഴ്ചക്കാലം സ്തോത്രം നമുക്ക് ലൈവൊന്നും വിടാനായിട്ട് കഴിഞ്ഞില്ല. എന്നാൽ കർത്താവിൻ്റെ കൃപയിൽ ഇന്ന് പകൽ നേരം ചില വചനങ്ങളിലേക്ക് നമുക്ക് ചിന്തിക്കുവാൻ, ലൈവിലേക്ക് പോകുവാൻ സ്വർഗം നമ്മൾ സഹായിക്കട്ടെ. നമുക്ക് ദൈവത്തിനൊക്കെ നമ്മൾ പ്രാർത്ഥനയിലായിരുന്നുവല്ലോ, നമുക്ക് ചില ഭാഗങ്ങളെ നമുക്ക് ചിന്തിക്കാനായിട്ട് ഇടയായി തീരാം. സ്തോത്രം. വെളിപ്പാട് പുസ്തകം അതിൻ്റെ 3-ാം അധ്യായം 14-ാം വാക്യം മുതൽ ഉള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം മുതൽ നമുക്ക് ചില വാക്യങ്ങളെ നമുക്ക് വായിക്കാം. സ്തോത്രം. വായിച്ചാട്ടെ. എഴുതുക. അരുളി ചെയ്യുന്നത് ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നു എങ്കിൽ കൊള്ളാമായിരുന്നു. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനാകയാൽ നിന്നെ എന്റെ വായിൽ നിന്ന് ഉമിഴ്ന്നു കളയും. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വായിച്ച വാക്യങ്ങൾ നമുക്ക് വളരെ സ്തോത്രം പരിചിതമായ വാക്യങ്ങളും ഭാഗവുമാണ്. 7 സഭകൾക്ക് കർത്താവായ യേശു ക്രിസ്തു സ്തോത്രം കർത്താവായ യേശു ക്രിസ്തു സഭകളെ കാണുന്ന രംഗം എന്തെന്ന് യോഹന്നാൻ അപ്പോസ്തലന് പത്മോസ് ദ്വീപിൽ വെച്ച് വെളിപ്പാട് ലഭിച്ചപ്പോൾ അവിടെ എഴുതപ്പെടുന്ന രംഗമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു സഭകളെ കാണുന്നത് എങ്ങനെ, 7 സഭകളെയും കുറിച്ച് കണ്ടത് എന്തൊക്കെ, ആ സഭകളിൽ നടക്കുന്ന സംഭവങ്ങൾ എങ്ങനെയൊക്കെയാണ് സ്വർഗത്തിൽ ദൈവം കണ്ടത്. അപ്പോൾ മനുഷ്യൻ കാണുന്നതോ മനുഷ്യൻ വിലയിരുത്തുന്ന ഒരു മാനദണ്ഡവും ദൈവത്തിന് വിഷയമല്ല. ഒന്ന്. രണ്ടാമത്, ദൈവം കണ്ടിരിക്കുന്ന ആ വിധങ്ങൾ എന്ന് പറയുന്നത് സ്തോത്രം അവിടുത്തെ പ്രശ്നങ്ങളെ യഥാർത്ഥമായി വീക്ഷിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ 7 സഭകളിലൂടെ നമ്മൾ കാണുമ്പോൾ നമ്മൾ ഗ്രഹിക്കുന്നത്, തിരിച്ചറിയുന്നത്. നമ്മൾ ഈ ലവോദിക്ക സഭയെക്കുറിച്ച് നമ്മൾ ഇവിടെ വായിക്കുമ്പോൾ അതിൻ്റെ സഭയുടെ പശ്ചാത്തലം നമ്മൾ അതിൻ്റെ കുറിച്ചിരിക്കുന്ന രംഗങ്ങൾ നമ്മൾ വായിക്കുമ്പോഴാണ് നമ്മൾ അവിടെ മനസ്സിലാക്കുന്നത് സഭയ്ക്കകത്ത് കാര്യമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ലവോദിക്ക സഭയിൽ കാര്യമായ പ്രതിസന്ധി അവിടെ നിലനിൽക്കുന്നുണ്ട്. വിശേഷിച്ച് ഈ ലവോദിക്ക സഭയെക്കുറിച്ച് സ്വത്രം അതിൻ്റെ നമ്മൾ സ്വാഭാവികമായിട്ട് പല ക്ലാസിക്കലായിട്ടുള്ള വീക്ഷണങ്ങൾ ഇരിക്കുന്നത് ഇത് അവസാന കാലഘട്ടത്തെ കുറിച്ചാണ് എന്നുള്ള പല ചിന്തകളും പല വീക്ഷണങ്ങളും കിടപ്പുണ്ടെങ്കിലും അതൊന്നും വചനാടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ നമുക്കത് ഗ്രഹിക്കാനായിട്ട് അല്ലെങ്കിൽ അംഗീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. കാര്യം അന്നുള്ള ഏഷ്യ മൈനറിലെ 7 സഭകളെ കുറിച്ച് സ്വർഗത്തിലെ ദൈവം കണ്ട് എഴുതിയിരിക്കുന്ന കാര്യമാണ്. ആ എഴുതിയിരിക്കുന്ന എല്ലാ വിഷയങ്ങളും 7 സഭകളെ കുറിച്ച് സ്വർഗത്തിലെ ദൈവം കണ്ടിട്ടിരിക്കുന്ന വിഷയങ്ങൾ എല്ലാ സഭകൾക്കും ബാധകമാണ്. ആ എല്ലാ സംഭവങ്ങളും എല്ലാ വിഷയങ്ങൾക്കും ബാധകമായ കാര്യങ്ങൾ തന്നെയാണ്. 7 സഭകളുടെ അകത്ത് കാണുന്ന ഓരോ പ്രശ്നങ്ങളും ഇന്നത്തെ സഭയ്ക്കകത്ത് നോക്കിയാലും കാണാൻ സാധിക്കും. ഇന്നും അതേ പ്രശ്നങ്ങളെ നേരിടുന്ന ഒരു രംഗമാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഇത് ഈ 7 സഭകളെ പഠിക്കുമ്പോൾ നമ്മൾ വീക്ഷിക്കുന്നത്. അല്ലാതെ ലവോദിക്ക സഭയെ മാത്രം നോക്കുമ്പോൾ അത് അവസാന കാലഘട്ടത്തെ കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു സന്ദർഭമോ ചരിത്രമോ പശ്ചാത്തലമോ ഒന്നും തന്നെ അതിനെ തുണയ്ക്കുന്നില്ലെന്ന് വേണം മനസ്സിലാക്കുവാനായിട്ട്. അപ്പോൾ ലവോദിക്ക സഭ ആ കാലഘട്ടത്തിലുള്ള ഒരു സഭ, ആ സഭയിലെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളവിടെ വായിച്ചു, അവിടെ കണ്ടത് എന്താണ്? അവിടെ വായിക്കുന്നത് സ്തോത്രം അവിടെ വായിക്കുന്നത് നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. 15-ാം വാക്യം വായിക്കുന്നത് നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല ശീതോഷ്ണവാനാകെ ഉഷ്ണവാനോ ഇങ്ങനെ അതായത് ശ്രദ്ധിക്കണം, ഇവിടെ 2 മാനസികാവസ്ഥ സ്വഭാവങ്ങളിലും വിശ്വാസത്തിലും ജീവിതത്തിന്റെ തലങ്ങളിലും
ജീവിതത്തിൽ സ്തോത്രം സഹിഷ്ണുത, ഉത്സാഹം, ഉണർവ്, ദൈവശക്തി, അഭിഷേകം എന്നുള്ള ഒരു തരത്തിൽ ഇരിക്കുമ്പോൾ മറു തട്ടിലാണെങ്കിൽ അതേ വ്യക്തി തന്നെ പിന്മാറ്റം, ശാഠ്യം, പാപ സ്വഭാവം, കോപ സ്വഭാവം, എല്ലാവിധമായ ദുർഗുണങ്ങളും ഒരു കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്ന, രണ്ട് തോണിയിലും കാല് ചവിട്ടി നിൽക്കുക എന്ന് നമ്മുടെ പഴമക്കാർ പറയുന്ന അതേ തലത്തിലാണ് ഇവിടെ ലവോദിക്ക സഭയിലെ വിശ്വാസികളുടെ ജീവിത ശൈലി പോകുന്നത്. രണ്ട് സ്വഭാവത്തിന് ഉടമകളായിരിക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ. രണ്ട് സ്വഭാവത്തിന് ഉടമകളായിരിക്കുകയാണ്. അവർ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. മനസ്സിലാക്കണം. അതായത് ചിലരെ നമ്മൾ വിശ്വാസകോളത്തെ നമ്മൾ നോക്കുമ്പോ കാര്യം എന്താ പറയുന്നത്, തീഷ്ണതയുള്ള കാര്യം അറിഞ്ഞ് നമ്മൾ ചെന്നു കഴിഞ്ഞാൽ അവർക്കത് തീഷ്ണതയില്ല, ഉത്സാഹമില്ല, ഉണർവില്ല, ഒന്നുമില്ല. എന്നാൽ എല്ലാ കാര്യത്തിലും മുമ്പിൽ കാര്യത്തോടെടുക്കുമ്പോൾ അവരവിടെ കാണത്തുമില്ല. ആമേൻ. എന്നാ ഏറ്റവും പിന്മാറി പോകത്തുമില്ല. എന്നാൽ ഒരു പ്രാർത്ഥന നടത്താൻ പറഞ്ഞാൽ, ആരാധിക്കാൻ പറഞ്ഞാൽ അവിടെ ആരാധനയും പ്രാർത്ഥനയും നടക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാ ഉത്സാഹമില്ലതാനും. മനസ്സിലാക്കണം. അങ്ങനെയുള്ള ഒരു മിതമായ ജീവിത ശൈലിയുടെ ഉടമകൾ ഇന്ന് ഒത്തിരി സഭകളുടെ അകത്തുണ്ട്. ഹല്ലേലൂയ. ഉഷ്ണവാനായി ദൈവത്തിന് വേണ്ടി അഹോരം പ്രയത്നിക്കുവാൻ, ഉത്സാഹിക്കുവാൻ, ദൈവത്തിന് വേണ്ടി എരിയുവാൻ തക്കവണ്ണം പ്രാപ്തമോ മനസ്സോ ഇല്ലാതെ ഇരിക്കുന്ന വലിയൊരു കൂട്ടം ഇന്ന് സഭകളുടെ അകത്തുണ്ട്. ആമേൻ, ഹല്ലേലൂയ. അവര് സഭയ്ക്കകത്തോ അല്ലെങ്കിൽ അതൊരു പരിമിതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്താലും അവന്റെ സ്റ്റാറ്റസോ അവന്റെ സിറ്റുവേഷനോ വിട്ട് ഇച്ചിരി കൂടെ പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി വില കൊടുക്കുന്ന കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അവരെ അവിടെ കാണത്തില്ല. വില കൊടുത്ത് കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്ന കാര്യങ്ങൾ വന്നാൽ പിന്നെ അവനിലെ ശീതവാൻ എഴുന്നേൽക്കും. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. 10 പേരോട് സുവിശേഷം പറഞ്ഞു. തിരിച്ച് 2 പേര് നിന്ന് ആ കണ്ണി നോക്കിക്കൊണ്ട് മുറുമിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എതിർത്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ, ഇനി ഞാൻ പ്രാർത്ഥിക്കാനുമില്ല, പാടാനുമില്ല, സുവിശേഷം പറയാനുമില്ല, എന്നെ കൊണ്ട് ഈ പരിപാടിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് പോകുന്നവന്മാരുടെ കാര്യമാണ് ഈ പറഞ്ഞത്. വീട്ടിൽ നിന്ന് ചില പ്രതിസന്ധി ഉണ്ടായി. അയ്യോ, അവരോട് ഞാൻ എങ്ങനെയാ പറയുന്നത്? ചിലരുണ്ട് വിശ്വാസത്തിൽ വന്നാൽ വീട്ടിലുള്ളവരോട് ആരും സുവിശേഷം പറയില്ല. അവൻ കടലും കരയും കടന്ന് അങ്ങ് കിടക്കുന്നവരോട് പറയാൻ പോകും. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. നിന്റെ രക്തബന്ധത്തോട് സുവിശേഷം പറയത്തില്ല ചിലര്, പ്രിയപ്പെട്ടവരോട് പറയത്തില്ല ചിലര് വിട്ടുവന്ന പശ്ചാത്തലങ്ങളുണ്ട്. എല്ലാവരും പല ഗോത്രത്തിൽ നിന്നും ഭാഷയിൽ നിന്നും പല ജാതിയിൽ നിന്നൊക്കെ കടന്നു വന്നവരാണ്. നമ്മൾ വിട്ടുവന്ന പശ്ചാത്തലത്തിൽ ചെല്ലുമ്പോൾ അവിടെ വാലിട്ട് ആട്ടുന്ന സ്വഭാവം കാണരുത്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ കാണിച്ചാൽ ഒരിക്കലും ദൈവത്തിന് വേണ്ടി നിൽക്കാൻ കഴിയത്തില്ല. അപ്പോൾ എന്തു വേണം? അവിടെ ആദ്യം നിന്റെ സ്വന്തം ആണി അടിക്കേണ്ടത് അവിടെയാണ്. നീ ശീതവാനാണെങ്കിൽ ഉഷ്ണവാനാകണോ? നിന്നെ ശീതവാനാക്കിയത് നിന്നിലെ ഏത് വിഷയത്തിലാണ്? നിന്റെ ഏത് സ്വഭാവത്തിലാണ്? നിന്റെ ഏത് നിലപാടിലാണ് നീ ശീതവാനായി പോയത്? അവിടെ വേണം നിന്റെ ആദ്യത്തെ ആണി അടിക്കുവാൻ. ഹല്ലേലൂയ. കരങ്ങൾ ദൈവത്തോട് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. ഇവിടെ സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ നമ്മൾ കണ്ട ഈ സഭയ്ക്കകത്ത്, ലവോദിക്ക സഭയ്ക്കകത്ത് സ്തോത്രം, അനേകര് ഈ നിലവാരത്തിൽ ജീവിക്കുകയാണ്. 2 സ്റ്റേജിലാണ് അവർ കാല് വെച്ചിരിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞു, വിലയുള്ളതും ദൈവനാമത്തിന് വേണ്ടി മഹത്വം കൊടുക്കുന്നതും വില കൊടുക്കുന്ന ഒരു കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞാൽ അവർ അതിന് തയ്യാറല്ല. തന്റെ ജീവിതത്തെയോ തന്റെ കുടുംബത്തെയോ ബാധിക്കുന്ന ഒരു വിഷയം വന്നാൽ അവരതിനകത്ത് ഇടപെടുവാൻ തയ്യാറല്ല. എന്റെ കൂട്ടുകാരോ എനിക്ക് പ്രിയപ്പെട്ടവരോ എന്റെ വീട്ടുകാരോ എനിക്ക് പ്രിയപ്പെട്ട ആരെങ്കിലും സ്വാധീനിക്കുകയോ സ്പർശിക്കുകയോ അവരേതെങ്കിലും വിധത്തിൽ അവരെ സന്ദർശിക്കുന്ന ഒരു വിഷയം വന്നാൽ ഞാൻ സുവിശേഷവുമായിട്ട് അവരുടെ മുമ്പിൽ നിൽക്കുകയില്ല. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തിയെ കൊണ്ട് ഒരിക്കലും ദൈവനാമത്തിന് വേണ്ടി ഗുണം ഉണ്ടാകില്ല. ഒരു പ്രധാനപ്പെട്ട കാര്യം, ദൈവത്തിന് അവരുടെ മേൽ പ്രസാദമില്ല. അവരെത്ര നീട്ടി വലിച്ച് പ്രാർത്ഥിച്ചാലും വലിയ വർഷിപ്പ് നടത്തിയാലും അവന്റെ ജീവിതത്തെ നോക്കി സ്വർഗം പറയും, മകനെ എനിക്ക് നിന്നിൽ പ്രസാദമില്ല. ഹല്ലേലൂയ. ഇന്ന് മനസ്സിലാക്കണം, ഈ പറയുന്ന വിഷയം തന്നെയാണോ ഇതിന്റെ അകത്തെ പ്രശ്നങ്ങൾ? നമുക്ക് നോക്കാം. തുറന്നു വായിച്ചേ. ഇവിടെ ശ്രദ്ധിക്കണം. ഒന്നാമത് നിന്റെ ജീവിതത്തിലെ തകർച്ചയുടെ കാരണം, ആത്മീകമായ തകർച്ചയുടെ കാരണം എന്നാണെന്നറിയാവോ? നിന്റെ ദ്രവ്യാഗ്രഹമാണ്.
ഒന്നാമത്തെ, അനേകരുടെ ക്രിസ്തീയ ജീവിതത്തിൽ, പുറത്തുള്ളവരെ വിട്ടേക്ക്, വിശ്വാസിയായി രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ പരമപ്രധാന പരാജയത്തിന്റെ അടിസ്ഥാന കാരണം എന്താണെന്നറിയാവോ? നീ ദ്രവ്യത്തെക്കുറിച്ച്, പണത്തെക്കുറിച്ചുള്ള നിന്റെ വല്ലാത്ത വ്യാകുലത തന്നെയാണ് നിന്റെ ഏറ്റവും വലിയ പ്രശ്നം. നീ ഉള്ളതിൽ തൃപ്തിപ്പെടുന്നില്ല, ഉള്ളതിൽ സന്തോഷിക്കുന്നില്ല. സന്തോഷിക്കുന്നവരുണ്ട്, തൃപ്തിപ്പെടുന്നവരുണ്ട്. എന്നാൽ എന്റെ ഇന്നത്തെ പ്രസംഗം തൃപ്തി ഇല്ലാത്തവരോടാണ്. എന്റെ ഇന്നത്തെ പ്രസംഗം ആളുകൾ ലഭിച്ചതിൽ സന്തോഷമില്ലാത്തവരോടാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഒന്നും നിൽക്കാനൊന്നും പലർക്കും താല്പര്യമില്ല. എന്നാൽ എന്റെ എല്ലാ കാര്യവും കൃത്യസമയത്ത് മുറക്കി നടന്നോണം. അവൻ ആര് ചത്താലും കുഴപ്പമില്ല, ആര് നിന്നാലും കുഴപ്പമില്ല, എന്തൊക്കെ സംഭവിച്ചാലും കുഴപ്പമില്ല, എന്റെ കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ട് നടന്നോണം. കാരണം എന്നാന്നറിയാവോ? ഇതാണ് വിഷയം. പണത്തിന്റെ ഒഴുക്കാണ് വിഷയം. പണം എതിലൂടെ ഒഴുകുന്നു. അത് ഒഴുകി ഒഴുകി എന്റെ വീട്ടിൽ, എന്റെ അക്കൗണ്ടിൽ, എന്റെ നന്മകളിൽ അത് കേറി ഒഴുകുന്നില്ലെങ്കിൽ പ്രശ്നമാണ് ചിലർക്ക്. ഹല്ലേലൂയ. ഇന്ന് ഒത്തിരി പ്രാർത്ഥനകൾ, ഹല്ലേലൂയ, ധനവാനാകാൻ വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ഒത്തിരി ഉണ്ട്. ഹല്ലേലൂയ. ഇത് ചോദിച്ചാൽ അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ, അപ്പം നിങ്ങൾക്കൊന്നും പൈസ വേണ്ടേ? നിങ്ങൾക്കൊക്കെ പൈസ വേണ്ടേ? തീർച്ചയായും വേണം പൈസ, അല്ലേ? തീർച്ചയായും പൈസ വേണം. പക്ഷേ സ്തോത്രം, അത്യാവശ്യത്തിനും നമ്മുടെ ജീവനും വേണ്ടിയത് തീർച്ചയായും വേണം. അതുപോലും ലഭിക്കുന്നില്ല ചിലർക്ക്. ദൈവവേലയിൽ ഇറങ്ങിയിരിക്കുന്ന അനേക ദൈവദാസന്മാർ വളരെ കഷ്ടത്തിലായിരിക്കുന്നു. അവരെ തിരിഞ്ഞു നോക്കാൻ പോലും അനേകരില്ല. ആരെങ്കിലും ഉണ്ടോ? വലിയ എന്താ പറയുന്ന സിദ്ധാന്തങ്ങൾ വിളമ്പുന്ന പലരും ആർക്കും ഗുണം പോലും ചെയ്യാതെ ജീവിക്കുന്നവരുണ്ട്. എന്നാൽ ഒരു കാര്യം ചോദിക്കാം, ഹല്ലേലൂയ, ലഭിക്കുന്നതിലെല്ലാം നീ കർത്താവിന്റെ വേലയ്ക്കോ അല്ലെങ്കിൽ രണ്ടുള്ളവൻ കൊടുക്കണമെന്ന് പഠിപ്പിച്ച കർത്താവിനെ അറിയാവോ? രണ്ടുള്ളവൻ ഒന്ന് ഇല്ലാത്തവന് കൊടുക്കണം. കിട്ടിയോ? വല്ലതും കിട്ടിയിട്ടുണ്ടോ? ഇവിടെ പറയുന്ന എന്താണ്? ആ വാക്യം വായിച്ചേ. ഞാൻ ആദ്യം വരുന്ന സ്ഥാനമാണ് ഞാൻ. അതിനുശേഷമാണ് ധനം വരുന്നത്, അല്ലേ? ആദ്യം എന്റെ ഇമേജ്, അതിനുശേഷം എന്റെ പ്രോസ്പെരിറ്റി. ആദ്യം ഞാൻ എന്ന പേഴ്സൺ ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ് എന്റെ പ്രോസ്പെരിറ്റി, എന്റെ വെൽബീയിങ്, എന്റെ ഫ്ലോറിഷിങ്. ഹല്ലേലൂയ. ഇതാണ് അനേകരുടെ അനർത്ഥത്തിന്റെ മൂലകാരണം. ഞാൻ ധനവാൻ, അല്ലേ? ഹല്ലേലൂയ. ധനവാൻ. ഒന്നാമത്തെ പ്രശ്നം എന്താണ്? കർത്താവിന്റെ ദൃഷ്ടി അനേകരുടെ മേൽ നിന്ന് മാറിപ്പോകുന്നതിന് പ്രധാന കാരണം എന്നാണെന്നറിയാമോ? ഈ പണമാണ് പൊങ്ങി വരുന്നത്. ചിലരെ കുറിച്ച് കർത്താവിൽ ദൈവസന്നിധി പ്രാർത്ഥിച്ച ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുന്നത്, ഞാനുമായി അവർക്ക് വലിയ ബന്ധമൊന്നുമില്ല, അവർക്ക് കൂടെ കടമുണ്ട്, അത് ദൈവസന്നിധി രാവിലെയും വൈകിട്ടും വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പണ്ടായിരുന്നപ്പോൾ ഹല്ലേലൂയ പ്രാർത്ഥനയുടെ കൂടെ മെഴുകുതിരി കത്തിച്ചു വെക്കുമായിരുന്നു, വിളക്ക് കത്തിച്ചു വെക്കുമായിരുന്നു, നേർച്ചിടുമായിരുന്നു. ഇന്ന് രക്ഷിക്കപ്പെട്ട ശേഷം അതെല്ലാം എടുത്തു കളഞ്ഞിട്ട് ഇച്ചിരിയും കൂടെ ഈസിയായ കാര്യങ്ങള് യേശുവിന്റെ നാമത്തിലാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയും പുരോഗതിയുണ്ട്, അല്ലേ? ഞാൻ ധനവാൻ. അടുത്തത്, സമ്പന്നനായിരിക്കുന്നു. കണ്ടോ? ഈ അവസ്ഥയ്ക്ക് വേണ്ടി പ്രാർത്ഥന നടക്കുക, അതിനുവേണ്ടി മാത്രം ഉപവാസം എടുക്കുക, ധനവാനാകുവാൻ, അല്ലേ? ധനവാനാകുവാൻ. എന്തിനാ ധനവാനാകുന്നത്? സഭയ്ക്കകത്ത് നീ ഇമാതിരി ധനവാനാകുന്നതിനാ? നിനക്ക് ആരെയാ നിനക്ക് മര്യാദ പഠിപ്പിക്കേണ്ടത്? ആരെയാ നിന്റെ സ്തോത്രം ഹല്ലേലൂയ വാക്കുകളെ കൊണ്ട് നിയന്ത്രിക്കാൻ നീ ആഗ്രഹിക്കുന്ന ആരെയാണ്? സഭയ്ക്കകത്ത് വന്നാൽ ഹല്ലേലൂയ കർത്താവിന്റെ ഉപദേശം ഹൃദയത്തിലേക്ക് വരാത്തവർക്കാണ് ഞാൻ ധനവാനാണ് എന്ന് ഉറപ്പിക്കാൻ വേണ്ടി ധനസംഹാരത്തിന് വേണ്ടി ഓടുന്നത്, അല്ലേ? അനേകർ അതിഭക്ഷണം, മദ്യപാനം, ഉപജീവനത്തിന്റെ ചിന്ത, ഇത് മൂന്നും ധനസമാഹാരത്തിന് വേണ്ടിയുള്ള ഓട്ടത്തിന്റെ ഭാഗമാണ്, അല്ലേ? അങ്ങനെയുള്ളവർക്ക് എന്ത് സംഭവിക്കും?
ലൂക്കോസ് സുവിശേഷം നമ്മൾ കണ്ടത് എന്താണ്? ആർക്കാണ് സംഭവിക്കുന്നത്? ഞാൻ ധനവാനെന്ന് ഇവിടെ പറയുന്ന ഒരു കൂട്ടര് അളവിയ ദൈവനാമത്തിന് വേണ്ടി ഗുണം വരുന്നില്ല. അവർ ദൈവസന്നിധിയിൽ നിന്ന് നോക്കുമ്പോൾ ശീലവാനായി കാണപ്പെടുന്നു. ലൂക്കോസ് സുവിശേഷം നമ്മൾ കാണുമ്പോൾ കർത്താവിന്റെ ഒരു വര പ്രഭാഷണത്തിന്റെ അകത്ത് വളരെ പ്രസക്തമായി പറയുന്ന കാര്യമാണ്, അല്ലേ? അവിടെ പറയുന്ന കാര്യം 3 പ്രധാനപ്പെട്ട വിഷയത്തിലാണ് ദൈവസഭ തളർന്നിരിക്കാൻ പോകുന്നത്. ആമേൻ, ഹല്ലേലൂയ. അവിടെ വായിക്കുന്ന എന്താണ്? അതിന്റെ 21:34 ലൂക്കോസ് സുവിശേഷം 21:34 വായിക്കുന്ന ഇങ്ങനെയാണ്: നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും കണ്ടോ, ഈ ഭാരപ്പെടുന്ന ശീതവാൻ ഭാരപ്പെടും. ശീതവാൻ ഭാരപ്പെടും കേട്ടോ. കാര്യം അവൻ ശീതവാനായതിന് കാരണം പണമാണ്. അവനെ തണുപ്പിച്ച് കളഞ്ഞത്, വിശ്വാസത്തിൽ നിന്ന് ഗുണമില്ലാതാക്കിയത് പണചിന്തയാണ്. ഹല്ലേലൂയ. ഇന്ന് കർത്താവിന്റെ വരവ് നമ്മുടെ വാതിക്കലായിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ചുറ്റും നോക്കുമ്പോൾ എല്ലാ ലെവലിലും പ്രോസ്പെരിറ്റിയും എല്ലാ ലക്ഷറിയും വർദ്ധിച്ചു കിടക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ സ്വതന്ത്രം വഴിയിലേക്ക് ഇറങ്ങിയ, ഞാനും വാഹനം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാ. വാഹനം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാകുന്നുണ്ട്. ഞാൻ വഴിയിലേക്ക് ഇറങ്ങി വഴിയിലൂടെ ഒഴുകി നടക്കുന്ന വാഹനങ്ങൾ പലതും കണ്ടാൽ തോന്നിപ്പോകും ഇവിടെ ഒരു അടുത്തൊരു 100 വർഷം കൂടെ കിടന്നാൽ എന്താന്ന്. വഴിയിലൂടെ യാത്ര ചെയ്തു പോകുമ്പോൾ വഴിയുടെ 2 വശങ്ങളിലും വലിയ കോടികൾ വിലമതിക്കുന്ന നല്ല ഭവനങ്ങൾ അനേകർ പണിതിട്ടിട്ടുണ്ട്. അത് കാണുമ്പോൾ തോന്നിപ്പോ ഇതുപോലെ ഒരെണ്ണം ജീവിതത്തിൽ പണിതിട്ട് പോലെ ഭൂമിയിൽ പോകുന്നത്. ഹല്ലേലൂയ. പല ഏറ്റവും അടുത്ത ഹോട്ടലിലേക്ക് വേണ്ട, ഏറ്റവും നല്ല റെസ്റ്റോറന്റുകളിലേക്കോ അല്ലെങ്കിൽ ഏറ്റവും നല്ല വിഭവങ്ങൾ വിളമ്പുന്ന ഇടത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ വിളമ്പുന്ന ആഹാരങ്ങൾ കണ്ടാൽ തോന്നിപ്പോ ഇതൊക്കെ കഴിച്ചെന്ന് തീരാനാ. മകനെ, കർത്താവിന്റെ വരവ് വാതിക്കലായിരിക്കുകയാണ്. ഹല്ലേലൂയ. നീ ഇതിന്റെ നടുവിൽ നിന്ന് കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെടുന്നുണ്ടോ? അതാണ് നമ്മുടെ മുമ്പിൽ ഏറ്റവും വലിയ ചലഞ്ച്. ഇതിന്റെ മുമ്പിൽ നിന്ന് നീ കർത്താവിന് വേണ്ടി ഒരുക്കപ്പെടുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോൾ മനസ്സിലാക്കണം, ഈ 3 കാര്യം: മദ്യപാനം, അതിഭക്ഷണം, ഉപജീവനത്തിന്റെ ചിന്ത. അവ ഈ 3ഉം കൂടെ വന്നിട്ട് എന്ത് സംഭവിക്കും? എവിടെയാണ്? നിങ്ങളുടെ ഹൃദയത്തിലാണ് ഭാരം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഹൃദയത്തിൽ ഇന്ന് പല സഭകളുടെ അകത്ത് പോകുമ്പോൾ പല സ്തോത്രവും പല കയ്യടിയും പല ആമേനും പറയുന്നതിന്റെ പിന്നിൽ ദ്രവ്യാഗ്രഹം അല്ലെന്ന് ഹൃദയത്തിൽ കൈവച്ച് പറയാൻ പറ്റുമോ? പറ്റുമോ? ഇതെന്റെ മക്കളെ ഓർത്തല്ല, ദൈവനാമത്തെ വിചാരിച്ചാണ്. ഇതെന്റെ സമ്പത്തിനെ ഓർത്തല്ല, കർത്താവിന്റെ നാമം വിചാരിച്ചാണ്. എന്റെ അവസ്ഥകൾ മാറാൻ വേണ്ടി അല്ല, എന്റെ കർത്താവിന്റെ നാമമഹത്വത്തിന് വേണ്ടിയാണ്. ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? പല മിനിസ്ട്രികളുടെ അകത്ത് ചെല്ലുമ്പോൾ ദുഃഖം എന്ന് പറയട്ടെ, ഹല്ലേലൂയ, നിന്റെ അവസ്ഥ ഇന്ന് മാറാൻ പോവുകയാണെന്ന് പറയുമ്പോൾ ലോൺ എടുത്തവരും മക്കളെ വിദേശത്ത് അയച്ചവരും ഹല്ലേലൂയ സാമ്പത്തിക വിഷയത്തിൽ എങ്ങനെയും കരകയറുവാൻ ആഗ്രഹിക്കുന്ന മിക്കവരും സ്ത്രീകളാകട്ടോ, അവര് സ്തോത്രം പറഞ്ഞ് നുള്ളിച്ചാടുന്നതിന്റെ പിന്നിലെ കാരണം ഹല്ലേലൂയ നിത്യത കണ്ടിട്ടല്ലെന്ന് ഞാൻ അടിവരയിട്ട് പറയാം. അടിവരയിട്ട് പറയാം. നിത്യതയൊന്നും കണ്ടിട്ട് അല്ല. ദൈവരാജ്യം കണ്ടിട്ടോ, തേജസ്സുള്ള ശരീരം പ്രാപിക്കുന്നതിന് വേണ്ടിയായിട്ടോ, അത് ദൈവത്തിൽ തന്നെ ശില്പിയാൽ നിർമ്മിച്ച നിത്യമായ നഗരത്തിൽ കർത്താവിന്റെ സകലവും സൗജന്യമായി ഒരുക്കി തന്നുകൊണ്ട് തേജസ്സുള്ള ശരീരത്തോടു കൂടി ഇരുന്ന് ദൈവത്തിന്റെ മുഖാമുഖം കർത്താവിനെ കണ്ട് അവനെ അനുഗമിക്കുന്നതിനെ ഓർത്തല്ലല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. പല സ്തോത്രങ്ങളും പല ആരാധനകളും ഹല്ലേലൂയ ലക്ഷ്യം വെക്കുന്നത് എങ്ങോട്ടാണെന്നറിയാമോ? പലവിധമായിട്ട് ലക്ഷ്യം തെറ്റിയ വിശ്വാസങ്ങൾക്ക് വേണ്ടിയാണ്. ഹല്ലേലൂയ. ഇന്നലെ കടന്നു ചെന്ന ആ മരണ ശുശ്രൂഷ, അല്ലെ, ആ കടന്നു ചെന്ന സമയത്ത് അവിടെ ഒരു വ്യക്തി, ഒന്നിലധികം പേര് അവിടെ പ്രത്യാശിക്കുന്ന ഒരു കാര്യം, ഏതെങ്കിലും ഒരു വാഗ്ദത്തം അവശേഷിക്കുന്നെങ്കിൽ ഇന്ന് ഈ മനുഷ്യനെ മരണത്തിൽ നിന്ന് മടക്കിക്കൊണ്ടുവരുവാൻ എന്റെ ദൈവത്തിന് സാധിക്കുന്നവർക്ക് ഒത്തിരി കരങ്ങൾ ഉയർത്തി. അതായത് ഈ തിരുവഴുത്തേര് കൈ പിടിച്ചോണ്ട് ശുശ്രൂഷിക്കുന്നവൻ പറയുന്ന എന്നാന്നറിയാമോ? നിത്യത വേസ്റ്റാ, ഇവിടെ ജീവിച്ചോളാനാ പറയുന്നത്. അല്ലേ? ഇതെന്നാ മനസ്സിലാവില്ലെന്ന് വിചാരിച്ചോ? അതെ, അവനെ പോലെ പന്നിയുടെ രൂപത്തിലാണ് എല്ലാവരും ഇരിക്കും വിചാരിച്ചോ? ഹല്ലേലൂയ.
സ്വന്തം നിത്യത ദൈവത്തിന്റെ വചനം പറയുന്നു, നിത്യമായി കണ്ടിരിക്കുന്ന ദൈവരാജ്യത്തെ വിട്ട് മണ്ണെ പ്രതി മാണിക്യം വെടിയില്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ഞാൻ ഈ വാക്ക് ഉപയോഗിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം മറ്റൊന്നുമല്ല. ഹല്ലേലൂയ. സ്വന്തം നിങ്ങളുടെ വിലയേറിയ മുത്തുകൾ എവിടെ ഇടരുതെന്നാ പറഞ്ഞിരിക്കുന്ന? പന്നികളുടെ ഇടയിൽ ഇടരുത്. കാരണം പന്നി അതിനെ ചവിട്ടി അതിന്റെ മഹത്വം കളയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവരാജ്യത്തെ കുറിച്ചുള്ള വെളിപ്പാടുകൾ സ്വർഗം തരുവാൻ ആഗ്രഹിക്കുമ്പോൾ ലോകത്തിലെ കാര്യം പറഞ്ഞുകൊണ്ട് ലക്ഷ്യം തെറ്റുന്ന പല പാസ്റ്റർമാരുമുണ്ട്. ഹല്ലേലൂയ. അതായത് ഇവിടെ എങ്ങനെയെങ്കിലും മരിച്ചുപോയ ആ മനുഷ്യൻ എങ്ങനെയെങ്കിലും പെട്ടിന്ന് എഴുന്നേറ്റ് വരുന്നതാണ് നല്ലത്. കാര്യം ചെല്ലുന്ന ദേശം സുഖമല്ലത്. ശരിയാ, ഇവന് നിത്യതയില്ലല്ലോ, ഇവൻ സ്വർഗത്തിൽ അവൻ നിക്ഷേപിച്ചിട്ടില്ലല്ലോ. അവനിൽ ഇറങ്ങി വരുന്ന ആത്മാവ് വേറെയാന്നേ. അവൻ പാട്ടുപാടി സന്തോഷിക്കുന്ന ആ ആത്മാവ് അത് വേറെ ആത്മാവാ. പരിശുദ്ധാത്മാവാണെങ്കിൽ പരിശുദ്ധാത്മാവ് ഇരിക്കുന്ന തന്നെ അയച്ച ദൈവരാജ്യത്തിന്റെ മഹത്വം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തും. ഇവൻ വെളിപ്പെടുത്തുന്നത് ദൈവത്തെ കുറിച്ചല്ല, ഈ ലോകത്തെ കുറിച്ചും ഈ ശരീരത്തിലും ഇരിക്കുന്നതിനെ കുറിച്ച് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. എന്തിനാ ഇത്ര കരയുന്നേ? ദൈവസന്നിധി പോകുന്നതിന് എന്തിനാ ഇത്രയും കരയുന്നേ? ചില കണ്ണുനീര് സ്തോത്രം ഈ കണ്ണുനീര് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന പല കണ്ണുനീർ തുള്ളി എടുത്ത് ഒഴിച്ചു നോക്കിയാൽ അറിയാം. അതിന്റെ റിസൾട്ട് വന്നാൽ അറിയാം. ഈ കണ്ണുനീരിൽ 98% ലോകകാര്യം ഓർത്തുള്ള കണ്ണുനീരാ. മനസ്സിലാവുന്നുണ്ടോ? ടെസ്റ്റ് റിപ്പോർട്ട് നിന്റെ ജീവിതം തകർത്ത് കളയാൻ സാധ്യതയും കാണും. ഹല്ലേലൂയ. ഞാൻ ധനവാൻ, ഞാൻ ധനവാൻ. വായിച്ചേ. ഞാൻ ധനവാൻ, കണ്ടോ, സമ്പന്നനായിരിക്കുന്നു, എനിക്കിനി ഒന്നും വേണ്ട. ഞാൻ ചോദിക്കട്ടെ, ബഹുഭൂരിപക്ഷ സഹോദരന്മാരെ, നിങ്ങളെ ആരും ദൈവം വേലയ്ക്ക് വിളിച്ചിട്ടില്ലല്ലേ? നിങ്ങൾ അഭിഷേകം പ്രാപിച്ചതാണോ? പിന്നെ അന്യഭാഷ മണിക്കൂറുകൾ ആരാധിക്കും. എന്നിട്ടോ വ്യാഖ്യാനമല്ലോ ഉണ്ട്. എന്താ വ്യാഖ്യാനം? ലോകത്തിൽ പൊക്കോ, സുഖിച്ചോ, പ്രാപിച്ചോ, നേടിക്കോ, വർദ്ധിച്ചോ, ഞാൻ സമ്പന്നനായിരിക്കുന്നു. ഇതാണ് പ്രാപിക്കുന്ന വെളിപ്പാട് പോലും ഇതാ. അപ്പൊ അത് ഏത് ആത്മാവാ? ഞാൻ അന്യഭാഷയാ പറയുന്നത്. പിന്നെ ഞങ്ങൾ ഭയങ്കര വെളിപ്പാട് കാണാറുണ്ട്. പിന്നെ ഞങ്ങൾ ഞങ്ങൾ ഒന്നിലധികം, ഞങ്ങൾ അനേകരാകുന്നു. ഞങ്ങൾക്കെല്ലാം ഒരേ വെളിപ്പാട്. എന്താ? ലോകത്തിൽ ജയിക്കുവാൻ വേണ്ടി. അത് വേറെ സാധനമാണെന്ന്. ഹല്ലേലൂയ. ദൈവനാമത്തിന്റെ ബോട്ടിലിന്റെ അകത്ത് വേറും ബാക്കി ഞാൻ പറയുന്നില്ല, വിട്ട് കളഞ്ഞേക്കുക. ഹല്ലേലൂയ. ഇതാണ് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ധനവാൻ അല്ലേ? ഹല്ലേലൂയ. സ്തോത്രം. അനേകരെ സ്തോത്രം ഫോൺ വിളിക്കുമ്പോഴും പലരും ഫോൺ വിളിക്കുമ്പോൾ അനേകരുടെ പ്രാർത്ഥന വിഷയം കേട്ടാൽ നമുക്ക് കണ്ണു തള്ളിപ്പോകും. പാസ്റ്റേ, ഞങ്ങൾ പോയി കിടക്കുക, 4-5 മാസമായി ജോലിയില്ല. ഇവിടെ എന്തായിരുന്നു? ഇവിടെ ഞങ്ങള് പ്രാർത്ഥനയൊക്കെ ആയിട്ട് പറയുന്നത്. അവിടെ എങ്ങനെയും രക്ഷപ്പെടണ്ടേ? മക്കളെ ഓർക്കുമ്പോ ചിലർക്കൊക്കെ തലമുറ ശാപമാണ്. ചിലർക്കൊക്കെ തലമുറ ശാപമാണ്. ചിലർക്ക് ജീവിത പങ്കാളികൾ ശാപമായിട്ട് തീരാറുണ്ട്. ചിലർക്ക് കുടുംബങ്ങള് ശാപമായിട്ട് തീരാറുണ്ട്. കാരണം എന്നാന്നറിയാവോ? നിന്നെ ദൈവരാജ്യത്തിൽ എത്തിക്കാത്ത ബന്ധങ്ങളെല്ലാം നരകതുല്യമായിട്ട് തീരും. ഹല്ലേലൂയ. നിന്റെ ആയുസ്സിൽ നീ ദൈവത്തിന് വേണ്ടി ഒരു നാഴിക പോലും നിൽക്കാതെ അവന്റെ വഴികൾക്കായിട്ട് പോകുന്നു. ഞാൻ ഒത്തിരി യൂത്ത് ക്യാമ്പുകൾ നടക്കുന്നുണ്ട്. അവിടെ എല്ലാം നമുക്ക് ഏതായാലും ഇന്ന് ഒന്ന് കേറി നിരങ്ങിയിട്ട് ഇറങ്ങാം. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സോദരം, എന്താണെന്നറിയാമോ? ഈ യൂത്ത് ക്യാമ്പുകളെല്ലാം നടക്കുമ്പോ അതിൻ്റെ അകത്തൊക്കെ എല്ലാവരും സമർപ്പിക്കുന്നുണ്ട്. പിന്നെ അവരെ ആരും കാണുന്നില്ല. 10 പേരുടെ മുമ്പിൽ ഭയങ്കര സമർപ്പണം, കരച്ചില്, കണ്ണുനീര്, മുട്ടേ നിൽക്കുന്നു. പണത്തിന്റെ വിഷയം വരുമ്പോ തലകുത്തി നിൽക്കുവനൊക്കെ തീരുമാനത്തിന്റെ മുമ്പിൽ. അതിന്റെ കാരണം അപ്പോ ഈ ആദ്യം പറയുന്നത് ഞാൻ, മനസ്സിലാതെ ഞാൻ അല്ലേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ സ്വയത്തം പോകാത്തവനൊക്കെ മാളെ കാണിക്കാൻ വേണ്ടി ഇതൊക്കെ ചെയ്യും. പണത്തിന്റെ വിഷയം വരുമ്പോ അപ്പനും അമ്മയും കൂടെ പറയും വേഗം വിട്ടോ. അവൻ പറയും എനിക്ക് പോകണം, പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല. അങ്ങനെ സ്തോത്രം ദേശം വിട്ടുപോകുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. എന്റെ ചോദ്യം, നിന്നെ ഒന്നും ദൈവത്തിന് വേണ്ടേ?
വേണ്ടേ? കർത്താവിന് വേണ്ടേ? അഭിഷേകം നിന്നിലിരിക്കുന്ന പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടു പോകുന്ന മനുഷ്യാത്മാക്കളെ കുറിച്ചുള്ള ചിന്ത ഒരിക്കൽ പോലും തന്നിട്ടില്ല. മണിക്കൂറുകൾ മുട്ടയിലിരിക്കുന്ന മനുഷ്യ, നീ പറയുന്ന അന്യഭാഷ ദൈവത്തിൽ നിന്നാണെങ്കിൽ ദൈവം നിന്നോട് ഒരിക്കലെങ്കിലും നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെ കുറിച്ചുള്ള ചിന്തയുടെ ഹൃദയത്തിൽ തോന്നുന്നുണ്ടോ? തന്നിട്ടുണ്ട്. പിന്നെ പ്രശ്നം എന്നാ? പ്രശ്നം എന്ന് പറഞ്ഞാൽ കൂടെ കുറെ പേരുണ്ട്. ഇപ്പൊ ആദാം നല്ലതായിരുന്നല്ലോ, ഹവ്വായല്ലേ പ്രശ്നമാക്കിയത്. ഹല്ലേലൂയ. ആദാം തക്ക സമയത്ത് പറഞ്ഞപ്പോ എന്നെ പറഞ്ഞു, ഈ സ്ത്രീ തന്നു, ഞാൻ തിന്നു. ഹല്ലേലൂയ. പൗലോസ് പിന്നെ എടുത്തെഴുതി ചരിത്രം എഴുതിയപ്പോ പറയുന്നുണ്ട്, ആദ്യം സ്വന്തം ആദാമല്ല ഹവ്വായല്ലേ വീണത്. ആ ചരിത്രം വീണ്ടും എഴുതി വെക്കുന്നുണ്ട്. അപ്പൊ അതിന് കാരണം എന്നാ? ചിലത് അങ്ങനെ ചില പ്രശ്നമുണ്ട്. ചിലരും മക്കള് പ്രശ്നമാ, സമ്മതിക്കത്തില്ല. ദൈവനാമത്തിന് വേണ്ടി നിൽക്കുന്ന എത്രയോ ദൈവദാസന്മാരുടെ കാര്യങ്ങൾ അന്വേഷിച്ച് പല കാര്യങ്ങളും നമ്മൾ ആഴത്തിൽ അവരെ അന്വേഷിക്കുകയും അവർക്ക് വേണ്ടി സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ പലരുടെ ഹൃദയം തുറക്കുമ്പോഴാണ് വീടുകളിൽ നടക്കുന്ന നരകതുല്യമാകുന്ന അനുഭവങ്ങൾ അറിയുന്നത്. ദൈവനാമത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവദാസന് തുണയായി നിൽക്കുന്ന മക്കള് ശത്രുക്കളായി നിൽക്കുന്നവർ കണ്ടിട്ടുണ്ട് ഞാൻ. അറിയോ എന്നാ കാരണം? എന്നാ വെച്ചാ സ്വന്തം പിതാവ് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചത് മക്കള് പ്രാപിച്ചില്ല. അതുകൊണ്ട് നീ സ്വന്തം കയ്യിലിന്റെ പ്രവൃത്തിയിലായിരിക്കുക. നിന്റെ സ്വന്തം അപ്പന് നേരെ, അമ്മയ്ക്ക് നേരെ, സഹോദരങ്ങൾക്ക് നേരെ, കൂട്ടുവിശ്വാസിക്ക് നേരെ സ്വന്തം മറ്റൊരു സ്പിരിറ്റാണ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്നാ? ഞാൻ ധനവാൻ അല്ലേ? ഹല്ലേലൂയ. പല സ്വത്രം എന്താ സംഘർഷങ്ങളുടെ പിന്നിലും പണവാ വിഷയം, പദവിയാണ് വിഷയം, അധികാരമോഹ വിഷയം. എന്താ കാരണം? ഇതാണ് വിഷയം, പണമാണ് പ്രശ്നം. ആമേൻ. ഹല്ലേലൂയ. അടുത്ത് വായിച്ച ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, കാരണം എനിക്കൊന്നിനും മുട്ടില്ല. ഇന്ന് അനേകർ പോകുന്നത് എന്റെ അടുത്ത ഒരു 10 തലമുറയ്ക്കുള്ളത് ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ പോകുന്നത്. ഹല്ലേലൂയ. സ്വന്തം ഡിഗ്രി PG എടുത്ത് അല്ലെങ്കിൽ സ്വന്തം മറ്റ് കോഴ്സുകൾ എടുക്കാൻ പോകുന്നവന്റെ ഉള്ളത്തിലേക്ക് വരുന്ന കമാൻഡ് ഞാൻ പറയട്ടെ, നമ്മൾ ഈ കോഴ്സുകൾ പഠിക്കാൻ പോകുമ്പോഴേ, പല പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കാൻ പോകുമ്പോൾ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നവരൊക്കെ പക്കാ ജാതികളാ അല്ലെ? മോട്ടിവേറ്റ് ചെയ്യുന്നവരെന്താ പറയുന്നത്? നീ ഇന്ന് ഈ രീതിയിലുള്ള കാൽക്കുലേറ്റ് ചെയ്ത് നീ ജീവിച്ചാലാ നിന്റെ അടുത്ത തലമുറയ്ക്കുള്ളതുള്ളൂ. നിന്റെ കയ്യിരിക്കുന്ന വരുമാനം ഇങ്ങനെ വിനിയോഗിച്ചാൽ അടുത്ത തലമുറയ്ക്കുള്ളത്. ഞാൻ ചോദിക്കേണ്ടത്, കാര്യങ്ങൾ നല്ലതാണോ? തീർച്ചയായിട്ടും നല്ലതാ. പക്ഷെ എന്റെ ഒരു ചോദ്യം തിരിച്ചു ചോദിക്കുന്നുണ്ട്, നമ്മൾ ഏത് കാലഘട്ടത്തിലാണ് നിൽക്കുന്നത്? ഏത് കാലഘട്ടത്തിലാണ് നിൽക്കുന്നത്? യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവ് വാതിക്കലായിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് എങ്ങനെയും 10 കാശ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് ഓടുന്ന അനേകരുടെ എണ്ണം വളരെ കൂടുതലാ. അപ്പോൾ ലവോദിക്ക സഭയുടെ അനുഭവം ഇന്ന് അനേക വ്യക്തികളെ സ്വാധീനിക്കുന്നുണ്ട്, അനേക കുടുംബങ്ങളെ ബാധിക്കുന്നുണ്ട്. ആമേൻ. വായിച്ചേ. ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കണ്ടു. അപ്പോൾ ഞാൻ പറയട്ടെ, ലവോദിക്ക സഭയിൽ നല്ല പണമുള്ളവരുണ്ടെന്നേ. അവര് വെറുതെ ആണോ കർത്താവ് പറഞ്ഞേ? പണമുള്ളവരുണ്ട്. കാര്യം അവരുടെ കണ്ണ് മുഴുവൻ ആ പണത്തിലാണ്. ചിലര് ഞാൻ പറയുന്നത് കേട്ടിട്ട്, നീ ആദ്യം എങ്ങനെയും പൈസ ഉണ്ടാക്കടാ, എങ്ങനെയും നീ കയ്യിലാണെങ്കിൽ ഫിക്സഡ് കാശ് ഉണ്ടാക്ക്, അത് നിറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റർമാരും ദൈവവും വിശ്വാസവും ഒക്കെ പുറകെ വന്നോളൂന്ന് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. ഹല്ലേലൂയ. അനേക യൗവനക്കാര് ദൈവകരങ്ങളിൽ ഉപയോഗിക്കേണ്ടവരെ ഇത് പറഞ്ഞ് പേടിപ്പിച്ച് അന്യ രാജ്യത്തിൽ കൊണ്ടുപോയിട്ട് അവര് സ്വന്തം ദൈവനാമത്തിന് വേണ്ടി ദേശത്ത് വിശ്വസ്തരായിരിക്കുന്ന അനേകര് ഇവിടത്തെ കഷ്ടത ഇല്ലായ്മ രാഷ്ട്രീയം പറഞ്ഞ് ഓടിക്കുമ്പോ നീ തിരിച്ചറിഞ്ഞോണോ? അക്കരെ നാട്ടിൽ ചെല്ലുമ്പോ നിന്റെ ഈ ദുരുപദേശം കൊണ്ട് അനേകർ ദരിദ്രന്മാരായിട്ട് നിൽക്കാൻ പോകുന്നത് അക്കരെ നാട്ടിൽ അല്ലേ? തിരിച്ചറിയണം. അനേകർ അത് ഗ്രഹിക്കുന്നില്ല, അത് മനസ്സിലാക്കുന്നില്ല. നാം ലോകരെ പോലെയല്ല, നാം ദൈവമക്കളാണ്. ദൈവമക്കളാണെങ്കിൽ ഇത് നമ്മൾ ഗ്രഹിച്ചേ മതിയാകത്തുള്ളൂ. ആമേൻ. അവിടെ പറയുന്ന കാര്യം ശ്രദ്ധിച്ചേ. അവിടെ പറയുന്നത് എന്താണ്? അല്ല, അതിന്റെ തൊട്ട് മുമ്പിലത്തെ വാക്യം. എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കുകയാണ്. കണ്ട് ശ്രദ്ധിച്ചോ? കർത്താവില്ലാതെ ധനം ഉണ്ടാക്കാൻ പോകുന്നവൻ ഏതൊക്കെ പ്രശ്നത്തിന്റെ അകത്താ വീട് കിടക്കുന്നതെന്ന് അവൻ ഇത് അറിയുന്നില്ല. ഈ ആയുസിന്റെ പ്രത്യേകത ഇതാകട്ടോ.
ഹല്ലേലൂയ. ഒരുവൻ നഗ്നനായിരിക്കുമ്പോഴും അവന് പണമുണ്ടോ എന്ന് നോക്കുന്നു. ഒരുവൻ കുരുടനായിരിക്കുമ്പോഴും പണമുണ്ടോ എന്ന് നോക്കുന്നു. അരിഷ്ടനായിരിക്കുമ്പോഴും പണമുണ്ടോ എന്ന് നോക്കുന്നു. ഇതല്ലേ ഇന്ന് ലോകം പഠിപ്പിച്ചു തരുന്നത്. ലോകം പഠിപ്പിച്ചു കൊടുത്ത പല ഉപദേശങ്ങളും ഇന്ന് ദൈവസഭയ്ക്കകത്ത് അത് തന്നെ പൊതിഞ്ഞു കെട്ടി തലമുറകൾക്ക് കൊടുത്തോണ്ടായിരിക്കുന്നത്. അത് പറയുന്ന എന്നാന്നറിയാമോ, ഈ തലമുറയ്ക്ക് ഭയങ്കര അറിവുണ്ട്, എനിക്ക് ഒരു വിവരവും ഇല്ല, എനിക്ക് പിന്നെ കിട്ടിയ വചനമോ അതിൻ്റെ അകത്ത് ആശ്രയിക്കേ വേണ്ട. കാര്യം കോമ്പറ്റീഷൻ അല്ലേ. ഒരുത്തൻ തെറ്റ് കാണിച്ചാൽ ഒരുവൻ കൃപയിൽ നിൽക്കാതായ അവന്റെ ജീവിതവും അവൻ ഫ്ലറിഷ് ആവുന്ന കണ്ടു മറ്റൊരുത്തനും പറയും കൃപയിൽ നിൽക്കണമെന്ന് പറയും. കണ്ടോ അവൻ ജീവിച്ചത് കണ്ടോ, അവന്റെ കൂടെ ആളുണ്ട്, അവന്റെ ഈ പണമുണ്ട്, അവൻ പോകുന്ന പോലെ പോയാൽ പോരെ. അപ്പോൾ സത്യവചനം പറയും ആർക്കും ഇത് വേണ്ടി നോക്കാൻ സമയമിരിക്കുന്നത്. അപ്പൊ മനസ്സിലായി അനേകർക്ക് ഇത് കെണി പോലെ വരാനിരിക്കുക. ഹല്ലേലൂയ. എല്ലാരും അവരവരുടെ വഴികളിൽ പൊക്കോണ്ടായിരിക്കുന്നത് കെണി പോലെ വരുവാനിരിക്കുകയാണ് കാര്യങ്ങൾ. ഹല്ലേലൂയ. കരങ്ങൾ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ആ ഭാഗം നമുക്കൊന്നും കൂടെ വായിച്ചാട്ടെ. അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും കണ്ടോ. ആ ലിസ്റ്റ് പ്രകാരം ഒന്നും കൂടെ നോക്കാം. എന്തൊക്കെയാണ്? നിർഭാഗ്യൻ, അരിഷ്ടൻ, ദരിദ്രൻ, കുരുടൻ, നഗ്നൻ. 5 കാര്യങ്ങളാണ്. 5 കാര്യങ്ങൾ ആത്മീകമായി അവന്റെ ജീവിതത്തിൽ വന്നപ്പോ അവൻ പറയാം അത് സാരമില്ലെന്ന്. അത് സാരമില്ലെന്നേ, നമുക്ക് പണം ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. അയ്യോ മകനെ നീ പ്രാർത്ഥിച്ചോ, ദൈവാത്മാവിന്റെ ഗൈഡൻസ് ഏത് റൂട്ടിലൂടെ നിന്നെ നടത്തുന്ന നീ ഒന്ന് പറയാവോ? എടാ അതൊന്നും അറിയണ്ടടാ, നീ പണം ഉണ്ടാക്കടാ. പണ്ടേ ഞാൻ ഇന്ന് ഓർക്കുന്നു, ഞാൻ രക്ഷയുടെ അനുഭവത്തിൽ വന്നപ്പോ ഈ നമ്മൾ ആരംഭ ദശയിൽ ചില പാസ്റ്റർമാരെ സിദ്ധന്മാരായിട്ട് കാണുന്ന കാലഘട്ടമുണ്ട്. കാര്യം ദൈവം അവരെ ഉപയോഗിക്കുന്നുണ്ട്, ശരി തന്നെയാണ്. പക്ഷെ എല്ലാ തരത്തിലും യോഗ്യരാണെങ്കിൽ വചനവും കൂടെ വേണം. ഇങ്ങൾക്ക് വചനമില്ല. നിങ്ങൾക്ക് കൈവെക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഭൂതത്തെ ശാസിക്കുന്നു, രോഗസൗഖ്യം നൽകുന്നു, വീട്ടിൽ വിടുന്നു. വീണ്ടും അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ഡേറ്റ് ഇതേ സമയമാകുമ്പോൾ വീണ്ടും ഭൂതശാന്തി രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഒരു അറിയപ്പെടുന്ന ഒരു വ്യക്തിയുടെ അടുക്കൽ ഞങ്ങൾ പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നുപോയി. അപ്പോൾ ആരംഭദശയിൽ ഞാൻ ഇങ്ങനെ ചെന്നു, പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയ്ക്കായിട്ട് ചെന്നിരുന്നപ്പോൾ ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ എനിക്ക് സ്നാനപ്പെടണമെന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞാൽ സ്നാനപ്പെടണം. അപ്പൊ ഞാൻ ചോദിച്ചു ഇങ്ങോട്ട് സ്നാനപ്പെടണമെന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു പാസ്റ്റർ എനിക്ക് സ്നാനപ്പെടണമെന്നുണ്ട്, അതിന്റെ സത്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, എനിക്ക് സ്നാനപ്പെടണമെന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ഈ വലിയ സിദ്ധനാകുന്ന പാസ്റ്റർ എനിക്ക് പറഞ്ഞു തന്ന ആലോചന എന്താണെന്നറിയാവോ? ചോദിച്ചാ നീ ഇന്ന് സ്നാനപ്പെടുകയല്ല വേണ്ടത്, നീ പഠിച്ചൊരു സ്ഥാനത്തെത്തുകയാണ് വേണ്ടത്. നമ്മൾ സ്വാഭാവികമായിട്ട് കേൾക്കുമ്പോൾ ചിന്തിക്കും അയ്യോ ഈ പാസ്റ്റർ കർത്താവിന്റെ മടിയിലേ ഇരിക്കുന്നത് അല്ലേ. അങ്ങനെ അത് പറഞ്ഞത് ആർക്ക് വേണ്ടിയാണെന്നറിയാവോ? അത് എന്നെ ഓർത്തോ ദൈവത്തെ ഓർത്തൊന്നുമല്ല. എന്റെ കൂടെ വന്ന മാതാപിതാക്കന്മാരെ കണ്ടിട്ട് മാതാപിതാക്കന്മാരെ കയ്യിലെടുക്കാൻ ഇങ്ങേരുടെ കൈ നീട്ടതാ സാധനം. ഇതിന് പകരം കൊടുക്കേണ്ടി വരുന്നത് എന്റെ ആത്മാവിനെ. അത് ഇയാളെ കൂടെ സംസാരിക്കുന്നുണ്ടോ? മിടുക്കനാണ്, ഇപ്പോഴും മിടുക്കനായിട്ടിരിപ്പുണ്ട്. ഹല്ലേലൂയ. കർത്താവ് ചില ദുരാത്മാക്കളെയൊക്കെ അതിന്റെ ഭവനത്തിലേക്ക് വിടും. ആമേൻ. മക്കളെ പിടിക്കും, ഭാര്യയെ പിടിക്കും, കുടുംബത്തെ പിടിക്കും, പിന്നെ ശുശ്രൂഷ കോഞ്ഞാട്ടയായിട്ട് കിടക്കും. അതുകൊണ്ട് മനസ്സിലാക്കണം, ഏൽപ്പിച്ചത് വിശ്വസ്തയോടെ വരവേൽപ്പിക്കണം. ആമേൻ. ഹല്ലേലൂയ. ചിലർ ഇങ്ങനെയുണ്ട് ശുശ്രൂഷയില്. സ്തോത്രം. സ്നാനപ്പെടുവാൻ ആഗ്രഹിച്ചു വരുന്നവനോട് പറയുന്നത് കേട്ടോ എന്നാന്ന്, ഇപ്പോഴതല്ല വേണ്ട, ഇപ്പൊ പഠിക്കാ വേണ്ടത്. അങ്ങേരല്ലല്ലോ എനിക്ക് പഠിക്കാനുള്ള വഴി പറഞ്ഞു തന്നത്, ഈ ദൈവമല്ലേ, ഈ കർത്താവല്ലേ ഇയാളെ കാണിച്ചെന്ന്. ആ ബോധം പോലും ഇങ്ങർക്കില്ല. ഹല്ലേലൂയ. അപ്പോൾ തിരിച്ചറിയണമേ, അനേകർ കർത്താവിന് വേണ്ടിയല്ല, കർത്താവിന്റെ നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകളേ ഉള്ളൂ. വേലകളേ ഉള്ളൂ. അത് ഭയങ്കര വേലയാണ്. ആ വേല കൂടുമ്പോഴാണ്. വേല എന്തിനാ വെക്കുന്നത്? ആരെ കയ്യിലെടുക്കാൻ? അപ്പനെ കയ്യിലെടുക്കാൻ, അമ്മയെ കയ്യിലെടുക്കാൻ. അവരെ എന്താ പറയുന്നത്? നീ ഇപ്പൊ ജോലി നേടുകയാണ് വേണ്ടത്. അപ്പോൾ എന്താണ് ജോലി? നല്ലപോലെ പഠിച്ച്. ഞാൻ പറയട്ടെ, ഇങ്ങനെയല്ലല്ലോ പഠിക്കാൻ ബുദ്ധി തന്നെ. ഈ പറയുന്ന നാൾ വരെയും പഠിച്ചു വരാനുള്ള കൃപ നൽകിയത് എവിടുന്നാ? സ്വർഗത്തിലെ ദൈവമല്ലേ. പക്ഷെ ഇങ്ങനെയുള്ളവർ ഉണ്ട് സമൂഹത്തില്, പറയാതെ പറ്റത്തില്ല. രക്ഷിക്കപ്പെടണമെന്ന് പറയുമ്പോൾ അവനെ കൂടുതൽ അങ്ങ് കയറി ഉപദേശിക്കരുത്. അവന്റെ ആവശ്യം മനസ്സിലാക്കി ചെയ്യാൻ തക്കവണ്ണം വിവേചന വരം എന്ന കൃപയുണ്ട് അവനില്ലാത്തത്. അവനുള്ള ആകെ വരം ഭൂതശാന്തിയേ ഉള്ളൂ, വിവേചന വരവും ഇല്ല. അതുകൊണ്ട് ഇങ്ങനെ ഭൂതത്തെ നിന്നും ഭൂതം തിരിക്കുന്നുള്ളൂ. അങ്ങനെ കിടക്കും ഇപ്പൊ അവിടെ. ഹല്ലേലൂയ. അതുകൊണ്ടൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം, ധനവാൻ അല്ലേ,
ഹല്ലേലൂയ, ആമേൻ. സത്യം. ഇവിടെ വചനം പറയുന്ന ഏതൊക്കെ കാര്യങ്ങളാണ്? 5 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ്? അരിഷ്ടൻ, ആദ്യം നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കണ്ടോ, അറിയാതിരിക്കുകയാൽ നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാത്ത വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് വിലക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. അതായത് ബുദ്ധി ഉപദേശിക്കുന്ന പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുന്നവൻ ഈ ലോകത്തിന് വേണ്ടിയല്ല, ദൈവരാജ്യത്തിന് വേണ്ടി നിലനിൽക്കുന്ന വെള്ളയുടുപ്പാകുന്ന വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികളെ അടങ്ങുന്ന തേജസ്സിന്റെ വസ്ത്രം ധരിക്കണമെന്നുണ്ടെങ്കിൽ ലോകമോഹം പോയേ പറ്റത്തുള്ളൂ. അങ്ങോട്ട് തിരിയുമ്പോഴാണ് പലരും ലാഭമായിരുന്നതൊക്കെ ഛേദമെന്ന് എണ്ണി ഇവിടെ എറിയുവാൻ പ്രാപ്തമാകുന്നത്. ഈ തലമുറയുടെ ഏറ്റവും വലിയ അനർത്ഥം എന്താണെന്നറിയാവോ? ഒന്നും ഉപേക്ഷിക്കാൻ പഠിപ്പിക്കാത്ത ഉപദേശങ്ങളും ഉപദേശിമാരും സംഘടനകളും വർദ്ധിച്ചു വരുന്നു. അനേകരെ നരകത്തിന്റെ ആടുകളാക്കി തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവവചനത്തിന് വേണ്ടി നിൽക്കുന്നില്ല അനേകര്. ആമേൻ. അവിടെ വചനം പറയുന്നത് എന്താണ്? എന്തൊക്കെയാണ് പ്രശ്നം? ശ്രദ്ധിക്കണം. പണത്തിന്റെ പുറകെ പോകുമ്പോൾ നഷ്ടം ഏതൊക്കെ രീതിയിലുള്ള നഷ്ടങ്ങളാണ്? ഒന്ന് നിർഭാഗ്യവാൻ, അടുത്തത് അരിഷ്ടൻ, ദരിദ്രൻ, കുരുടൻ, നഗ്നൻ. കണ്ടോ, 5 വിധ കാര്യങ്ങളിലാണ് അവൻ വീഴുന്നത്. അവനത് പ്രശ്നമല്ല. കാര്യം പണമോഹമുണ്ടോ? ഇതൊന്നും ചിന്തിക്കുന്നില്ല. ഹല്ലേലൂയ. നാം ലോകത്തോടുകൂടെ എണ്ണപ്പെടരുത്. കാര്യം ലോകമോഹം നമ്മളെ ബാധിക്കും. നമുക്ക് വേണ്ടത് ദൈവം തരൂന്ന്. നമുക്ക് വേണ്ടത് ദൈവം തരും. ഞാനൊരു കാര്യം, രക്ഷയിലേക്ക് വന്നതാണോ? ഹല്ലേലൂയ. ഇതുവരെ നമുക്ക് ലഭിക്കാത്തതിനെ ദൈവം തരും. ഹല്ലേലൂയ. ഈ കൃപയിലേക്ക് വരുന്നതിന് മുമ്പ് ജീവിതം സ്വന്തം പൂർണ്ണ ശൂന്യമായിരുന്നു. അന്ന് വലിയവനാകണേ, പണം ഉണ്ടാക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥനയും ആരാധനയായിട്ട് നടന്നു. അതിനൊന്നും മറുപടി കിട്ടിയില്ല. പക്ഷേ ഞാൻ പറയാം, ഇന്ന് എന്റെ ദൈവം അത്ഭുതകരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. ആമേൻ. വേണ്ടത് ദൈവം കരുതും കേട്ടോ. ഹല്ലേലൂയ. നമുക്ക് സ്വന്തം എന്താ പറയുന്നത്? ലക്ഷറി അല്ല, നമുക്ക് ആവശ്യമുള്ള ദൈവം തന്നിരിക്കും. ആമേൻ. അതിനൊരു കുറവും ഉണ്ടാകാൻ ദൈവം സമ്മതിക്കത്തില്ല. നമ്മുടെ കയ്യിൽ ദൈവം ചിലത് നൽകും. ആ ദൈവത്തിന്റെ വിശ്വസ്തതയാണ്. ഹല്ലേലൂയ. അപ്പോൾ മനസ്സിലാക്കണം, അങ്ങനെ നടത്തുന്ന ആ നടത്തിപ്പിനെ അംഗീകരിക്കാത്തവരാണ് ഈ വിധത്തിൽ ചെല്ലുന്നത്. സമ്പൽ ലവോദിക്കുകയാണ്. ആമേൻ. വേഗം വായിച്ചേ. ശ്രദ്ധിക്കണേ. അപ്പൊ ഈ വിധത്തിൽ പോകുമ്പോ ആരാണ് ഇത് വിട്ട് പുറകോട്ട് വരുന്നറിയാം? ദൈവത്തിന്റെ സ്നേഹത്തിന് കീഴിൽ ഇരിക്കുന്നവരാണ്. ലോകത്തിന്റെ പിന്നാലെ പോകുന്നവരെ ദൈവം നോക്കുന്നുണ്ട്. അതിൽ ദൈവത്തിന് പ്രിയപ്പെട്ടവരെ ദൈവം ശാസിക്കും. എബ്രായ ലേഖനം 12-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോ സ്തോത്രം, അതിന്റെ 5 മുതൽ 12-ന്റെ 5 മുതൽ ഒന്ന് വായിച്ചേ. 12-ന്റെ 5. എബ്രായ ലേഖനം 12-ന്റെ 5. 12-ന്റെ 5. അവൻ ശാസിക്കുമ്പോൾ മുഷിയുകയുമരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു. കണ്ടോ? അപ്പോ കർത്താവ് ആരെ ശിക്ഷിക്കുന്നതെന്നറിയാവോ? സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുള്ളൂ. ഈ ശിക്ഷിക്കുമ്പോൾ എന്ത് സംഭവിക്കും അറിയാവോ? അവർ ലോകത്തിൽ നിന്ന് പിന്മാറും. അത് ദൈവം സ്നേഹിക്കുന്നവർ അങ്ങനെ ചെയ്യത്തുള്ളൂ. ഞാൻ ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ പ്രസംഗിക്കുന്നതിന് കാരണം എന്നെ കർത്താവ് സ്നേഹിച്ചത് കൊണ്ടാണ് ഞാൻ ഈ ലോകത്തിനെതിരെ പ്രസംഗിക്കുന്നത്. ഈ സുഖങ്ങൾക്കെതിരെ പ്രസംഗിക്കുന്നത് കാരണം കർത്താവ് എന്നെ സ്നേഹിച്ചത് കൊണ്ടാണ്. ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നതിന് കാലങ്ങൾക്ക് മുമ്പ് സ്വർഗത്തിലെ ദൈവം എന്നെ പല ആവർത്തി ശാസിച്ചിട്ടുണ്ട്. നല്ല ശിക്ഷണങ്ങൾ എന്റെ ജീവിതത്തിൽ തന്നിട്ടുണ്ട്. അതിന്റെ റിസൾട്ടാണ് ഇന്ന് ദൈവനാമത്തിന് വേണ്ടി ഞാൻ നിൽക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഒരു ദിവസം കൊണ്ട് രാവിലെ വെളിപ്പാട് കിട്ടി പുസ്തകം എടുത്തുകൊണ്ട് ഇറങ്ങിയതല്ല. ജീവിതത്തിൽ നിന്ന് പലതും സ്വർഗത്തിന് ദൈവം താഴെ വെക്കാൻ പറഞ്ഞപ്പോൾ വെക്കാതിരുന്നപ്പോൾ പല ശാസനകളും പല ശിക്ഷകളും എന്റെ ജീവിതത്തിൽ വന്നപ്പോൾ പല കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നുപോയി. അപ്പോഴാണ് കർത്താവ് എന്നെ ഇതിന് പ്രാപ്തമാക്കിയത്.
അന്ന് ഇതൊന്നും പൂർണ്ണമായിട്ട് വെളിപ്പെടുത്തിയില്ല. അന്ന് അനുസരിക്കുന്നുണ്ടോ എന്ന് നോക്കി. എന്നാൽ കർത്താവിന്റെ സന്നിധിയിൽ അനുസരിച്ചു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് കാലങ്ങൾ കൊണ്ട് വെളിപ്പെടുത്തി തരാൻ തുടങ്ങി. കർത്താവ് ആരാണ്, കർത്താവ് എന്തിനാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി, ഇന്ന് ലോകത്തിൽ സഭകളുടെ അകത്ത് ദൈവിക ശാസനയുടെ കീഴിലേക്ക് ആരെങ്കിലും അടുത്തു വന്നിട്ടുണ്ടെങ്കിൽ മകനെ, നിന്റെ ജീവിതം ക്രമീകരിക്കാനാണ് ദൈവം നിന്നെ തല്ലിയത്. ആമേൻ. എന്നാൽ മനസ്സിലാക്കണം, അനേകരെ ദൈവം തല്ലുമ്പോൾ അവിടെ നടക്കുന്നൊരു കാര്യം എന്താണ്? മുഷിഞ്ഞു പോകും. നമ്മളെല്ലാം മുഷിയുന്നവരാണ്. മനുഷ്യന്റെ സ്വാഭാവിക സ്വഭാവം എന്ന് പറയുന്നത് ആരെങ്കിലും ശാസിച്ചാൽ ഉടനെ മുഷിയുന്ന സ്വഭാവമാണ്. ഇത് ദൈവത്തിന് അറിയാം. ആമേൻ. മുഷിയുന്ന സ്വഭാവമാണ്. പക്ഷേ പരിശുദ്ധാത്മാവോട് പറയുന്നത് ശ്രദ്ധിച്ചോ, നിങ്ങൾ മുഷിയരുത്. അങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നേ? അവിടെ പറഞ്ഞ വാക്യം എന്താണ്? അല്ല, അതിന്റെ 5-ാം വാക്യം, മകനെ കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷിയുകയുമരുത്. അത് നമ്മൾ വളരെ സൂക്ഷിച്ചോണം. മുഷിയാതിരിക്കണമെന്നുണ്ടെങ്കിൽ ദൈവവുമായിട്ട് നല്ല സ്നേഹത്തിലേക്ക് വന്നവർക്കേ മുഷിയാതിരിക്കാൻ കഴിയത്തുള്ളൂ. ആമേൻ. ഹല്ലേലൂയ. നമ്മളെല്ലാം കർത്താവ് ശോധന ചെയ്യുന്നുണ്ട്. നമ്മളുടെ ജീവിതത്തെ അടിക്കാൻ ദൈവത്തിന് അധികാരമുണ്ട്. മനസ്സിലാക്കണം. ഹല്ലേലൂയ. അടി കിട്ടാതെ ഒരുവിധ സന്ദർശനവും ഇല്ലാതെ നടക്കുന്നവർ നാശത്തിലേക്കാ പോകുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ജീവിതത്തിൽ ഒരു ശാസനയും ദൈവത്തിൽ നിന്ന് കിട്ടാതെ, ഒരുവിധ തിരിച്ചറിവുകളോ ഒരുവിധമായിട്ടുള്ള മാറ്റങ്ങളോ നടക്കാതെ ഒരു വ്യക്തി ജീവിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിക്കോണം. ദൈവം അവനെ സ്നേഹിക്കുന്നില്ല യഥാർത്ഥത്തില്. എനിക്കറിയാലോ, ഒരു കാര്യത്തിൽ പോലും ജീവിതത്തില് മാറ്റമില്ലാതെ അല്ലെങ്കിൽ ഒരുവിധമായ വിഷയങ്ങളിൽ ദൈവത്തിൽ നിന്ന് ശാസന ഇല്ലാതെ ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവർ നാശത്തിലേക്കാ പോകുന്നത്. അനേകർക്കത് മനസ്സിലാകുന്നില്ല. ദൈവം അവരെ ശാസിക്കാതെ ഇരിക്കുമ്പോൾ അവരവരുടെ പാപത്തിൽ മുഴുത്ത് വന്നുകൊണ്ടായിരിക്കുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട്, സഭയ്ക്കകത്ത് തന്നെ എല്ലാ പാപ സ്വഭാവമുണ്ട്, ഭയങ്കര കോപ സ്വഭാവമുണ്ട്, മറ്റുള്ളവനെ ഉപദ്രവിക്കുന്നതിൽ ഒരു മടിയും കാണിക്കാത്തവരുണ്ട്. അപ്പോൾ തന്നെ അവൻ ഭൗതികമായിട്ട് വളർന്നു പോകുന്നു കണ്ടിട്ടുണ്ട്. ശ്രദ്ധിക്കണമേ, അത് വളരെ അപകടകരമായ യാത്രയാണത്. കാരണം എന്നാണെന്നറിയോ? ഒരിക്കൽ പോലും കർത്താവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ചിട്ടില്ല ആ വ്യക്തികൾ. അതാണ് അതിന്റെ പിന്നിലെ കാരണം. അപ്പൊ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ സ്നാനപ്പെട്ടതാണല്ലോ എന്നാണ് പലരും പറയുന്നത്. പക്ഷേ അങ്ങനെ ഒരു സ്നാനം കൊണ്ടല്ല. സ്നാനം എന്താണ് യഥാർത്ഥത്തില്? ഹല്ലേലൂയ. നല്ല മനസാക്ഷിയുടെ അടയാളമല്ലേ സ്നാനം. അപ്പോൾ നല്ല മനസാക്ഷിയുള്ള വ്യക്തി ദൈവസന്നിധിയിൽ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ അന്നത്തെ ഉടമ്പടി കൊണ്ട് ഉദ്ദേശിക്കുന്ന, ഇനി എന്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും എന്റെ ദൈവത്തിന് എന്റെ കാര്യത്തിൽ ഇടപെടുവാൻ സ്വാതന്ത്ര്യമുണ്ട്. എന്റെ ഭൂമിയിലുള്ള മാതാപിതാക്കന്മാർക്ക് വളരെ അധികമായി സ്വർഗത്തിലെ ദൈവത്തിന് പരിശുദ്ധാത്മാവിന് എന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ അധികാരമുണ്ടെന്നാണ് വെളിപ്പെടുത്തുന്നത്. അപ്പോൾ അങ്ങനെ സമർപ്പിച്ച വ്യക്തിയുടെ ജീവിതത്തിലെ ദൈവം ഇടപെടത്തുള്ളൂ. ദൈവം മാന്യനാണ്. കർത്താവ് കടന്നാക്രമിക്കുന്ന ഒരു ദൈവമല്ല. കടന്നു വന്ന് അതിക്രമിച്ചു വരുന്നവനല്ല നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം മാന്യനാണ്. നാം രക്ഷിതാവും കർത്താവുമായി യേശുവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെ യഥാർത്ഥമായി പരിശോധിച്ച് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് തരുവാൻ ഇടയായിത്തീരും. അങ്ങനെ ശാസനയും ശിക്ഷയും ജീവിതത്തിൽ ലഭിച്ചവർ മാത്രമേ ദൈവകരത്തിൽ ഉപയോഗിക്കപ്പെടത്തുള്ളൂ. ഹല്ലേലൂയ. ശക്തമായിട്ട് പറയുകയാണ്, ജീവിതത്തിൽ പലതും ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും, പലതിനോട് നോ പറയേണ്ടി വരും, ഒത്തിരി വ്യക്തിബന്ധങ്ങളോട് ഗുഡ് ബൈ പറയേണ്ടതായിട്ട് വരും. അത് ദൈവം പറഞ്ഞിട്ടാണ്. ലോകർ ചോദിക്കും, എന്തിനാണ് ഞങ്ങൾ ചെയ്യുന്നത്? മനസ്സിലാക്കണം, നമുക്ക് ഹല്ലേലൂയ ബാധ്യതയുള്ളത് ദൈവത്തോട് മാത്രമേ ഉള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ സമൂഹത്തിന് ബാധ്യതയില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സമൂഹം ആദ്യം നമ്മെ ക്രിസ്തുവിൽ അറിയട്ടെ. സമൂഹം ആദ്യം ക്രിസ്തുവിൽ എന്നെയും നിങ്ങളെയും അറിയട്ടെ. അതിന് നമ്മൾ ഈ മാർഗത്തിലൂടെ പോയേ മതിയാകത്തുള്ളൂ. യോഹന്നാൻ സ്നാപകനെ നമ്മളൊന്ന് പരിശോധിച്ചാൽ ആ വ്യക്തി പൗരോഹിത്യ ശുശ്രൂഷയില് യാഗപീഠത്തിൽ യാഗം കഴിച്ചു ദൈവാലയത്തിൽ നിലനിൽക്കേണ്ട വ്യക്തിയാണ്. എന്നാൽ ആ വ്യക്തിക്ക് ലഭിച്ച വിളി എന്നാണെന്നറിയാവോ? ഏലിയാവിനെ പോലെ സകലരെയും വിട്ടു പുറത്തു പോകാനുള്ള വിളിയാ വന്നത്. മനസ്സിലാക്കണം. ആ വ്യക്തികളെ കുറിച്ച് എബ്രായ ലേഖനം പറഞ്ഞിരിക്കുന്നു, അവർക്ക് ഈ ലോകം യോഗ്യമായിരുന്നില്ലെന്ന്. അപ്പോൾ എന്ത് മനസ്സിലായി? അവരോടുകൂടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ലോകത്തെ പിടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയും അക്കരെ നാട് കാണുമെന്ന് വിചാരിക്കരുത്. ഹല്ലേലൂയ. ആ ഭാഗം വായിച്ചേ, മുഷിയരുത്.
മുഷിയരുത്. അപ്പോൾ പലതിനോട് നോ പറയണമെന്നുണ്ടെങ്കിൽ മുഷിയാതിരിക്കുന്നവർക്ക് മാത്രമാ പലതിനോട് നോ പറയുവാനുള്ള കൃപ ലഭിക്കത്തുള്ളൂ. ആമേൻ. വായിച്ചേ. കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്. അവൻ ശാസിക്കുമ്പോൾ മുഷിയുമരുത്. താൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു. കണ്ടോ, കർത്താവ് താൻ സ്നേഹിക്കുന്നവരെ ശ്രദ്ധിക്കണം. അനേക ദൈവദാസന്മാർ സാക്ഷ്യം പറയുന്നത് ഞാൻ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ അവർ പലതിനും വില കൊടുക്കേണ്ടി വന്നു. ചിലരുടെ ആരോഗ്യം വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്, ബന്ധങ്ങൾ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്, കുടുംബജീവിതം വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ വില കൊടുത്ത് കർത്താവിന് വേണ്ടി കണ്ണുനീരോടുകൂടെ നിന്നു. കയ്യിലെടുക്കാൻ ഒന്നുമില്ലാതെ നിന്നപ്പോൾ ദൈവം തന്റെ മഹത്വം കൊണ്ട് നടത്തപ്പെടുന്ന അനേക ദൈവദാസന്മാർ നമ്മുടെ നടുവിലില്ലേ? അവരെല്ലാം ഏകകണ്ഠമായി പറയുന്ന ഒരു കാര്യം എന്നാണെന്നറിയാവോ? നമ്മെ ശാസിക്കുന്ന അരുമനാഥനാകുന്ന ഒരു പിതാവ് നമുക്ക് സ്വർഗത്തിലുണ്ട്. ഹല്ലേലൂയ. അവന്റെ ശാസനത്തിന് കീഴിൽ വാർത്തെടുക്കപ്പെട്ട വിശുദ്ധന്മാർ കർത്താവിന്റെ മഹത്വത്തിനായിട്ട് നൂർന്നുകൊണ്ടിരിക്കുന്നു. അവന്റെ ശാസനയിൽ നമ്മൾ മുഷിഞ്ഞു പോയാലും അവൻ വിശ്വസ്തനായി പാർക്കുന്ന നിമിത്തം അവന്റെ സ്നേഹച്ചൂടിലേക്ക് വരുവാൻ ഒരിക്കലെങ്കിലും കൃപ ലഭിച്ചവരാരും അവനെ തള്ളിക്കളയുവാൻ ഇടയാകത്തില്ലെന്ന് മനസ്സിലാക്കണം. ആമേൻ. അത് ദൈവത്തിന്റെ വലിയ കൃപയാണ്. ആമേൻ. അപ്പോൾ വായിച്ചേ. ശ്രദ്ധിക്കണം, കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ കണ്ടോ. ശിക്ഷ അനുഭവിച്ചിട്ടുള്ളവരെല്ലാം ഞാനൊരു കാര്യം പറയാം, ദൈവത്താലാണോ സ്തോത്രം? ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട്. അവൻ എന്തിനാണ് ശിക്ഷിക്കുന്നത്? എന്തിനാണ് ശിക്ഷിക്കുന്നത്? താൻ കൈക്കൊള്ളുന്ന ഏതു മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സമ്പാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നുകളഞ്ഞുവോ? അടുത്തത്, നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ അടുത്ത് എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നു. നിങ്ങൾ മക്കളല്ല. ശ്രദ്ധിക്കണം കേട്ടോ. ഇത് എന്താണെന്നറിയാവോ? ഏത് വിഷയത്തിലാണെന്നറിയാവോ? സ്തോത്രം. അതിന്റെ 2 മുതൽ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായി യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിക്കുവാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം. അടുത്ത വാക്യം പ്രധാനപ്പെട്ട വാക്യം വായിച്ചേ. ശ്രദ്ധിച്ചോ? അപ്പോ ദൈവം അടിക്കുന്ന ആരെയാണെന്നറിയാവോ? നമ്മയാണ് തല്ലുന്നത്. എന്തിനാ തല്ലുന്നത്? നമ്മുടെ ഉള്ളിൽ പാപം കയറിയിരിപ്പുണ്ട്. ദൈവത്തിന്റെ സ്നേഹത്തിന് കീഴിലുള്ള ഓരോ ശാസനയുടെ അടിയാലും നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന പാപത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തെ വശീകരിച്ചിട്ടിരിക്കുന്ന ചില പാപങ്ങളില്ലേ, ഇത് നമ്മളിൽ നിന്ന് മാറാനാണ് കർത്താവ് നമ്മെ ശാസിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ആ ശിക്ഷണത്തിൽ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്ന കാര്യം എന്താണ്? പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം. അപ്പോൾ നമ്മെ പാപത്തിന് എതിരെ എതിർത്ത് നിൽക്കാൻ പ്രാപ്തമാക്കാനാണ് പിതാവിന്റെ ശിക്ഷണ നടപടി നടക്കുന്നത്. നമ്മൾ പാപത്തിനെതിരെ നിൽക്കണം. ഈ ജഡം, ലോകം, പാപം, 4-നെതിരെ നിൽക്കാൻ ദൈവം എടുക്കുന്ന മാനദണ്ഡം നമ്മെ തല്ലുക എന്ന് തന്നെയാണ്. നമ്മളെ കരുണ കൂടാതെ തല്ലുമ്പോൾ നമ്മൾ പാപത്തോട് എതിർത്ത് നിൽക്കാൻ തുടങ്ങും, ലോകത്തോട് എതിർത്ത് നിൽക്കാൻ തുടങ്ങും, പിശാചിനോട് എതിർത്ത് നിൽക്കാൻ തുടങ്ങും, ജഡത്തോട് എതിർത്ത് നിൽക്കാൻ തുടങ്ങും. ആരാണ് ജഡം, ലോകം, പാപം, പിശാച് ജയിക്കുന്നറിയാമോ? ദൈവത്തിന്റെ ശാസന ലഭിച്ച് ദൈവത്തിന്റെ ശിക്ഷാ നടപടികളിലൂടെ കടന്നുപോയ ഒരു പ്രിയമകൻ മാത്രമാ ദൈവരാജ്യത്തിൽ പോകത്തുള്ളൂ. അതുകൊണ്ടാണ് ലവോദിക്ക സഭയിലിരിക്കുന്ന സ്തോത്രം ഉഷ്ണവാന്മാരായി തീരേണ്ടതിന് അവനെ ശീതീകരിക്കുന്ന പാപത്തെ തള്ളിക്കളയുക ദൈവത്തിന്റെ ആത്മാവിന്റെ ശിക്ഷണ നടപടി വെളിപ്പെടുമ്പോൾ മുഷിഞ്ഞു പോകരുത്. അല്ലേ? എന്തുകൊണ്ടാ ഇന്നത്തെ തലമുറയിൽ ഒരിടത്ത് പോലും പാപത്തോട് എതിർക്കാനുള്ള വചനങ്ങൾ വരാത്തത്? വളരെ ലിമിറ്റഡ് ആണ്. വളരെ ചുരുക്കം പേരിൽ നിന്നേ ഇത് കേൾക്കുന്നുള്ളൂ. എന്നാൽ പിന്നെ ഒരു കാര്യം പറയാം, അധികം ആരും അറിയാത്ത സഭകളിൽ ശക്തമായിട്ട് പറയുന്നുണ്ട്. ആ ദൈവദാസന്മാരെ ശക്തമായിട്ട് അവിടെ ഒതുക്കുന്നുണ്ട്. ഉണ്ട്. കാര്യം പൈശാചിക ശക്തി മനുഷ്യരിൽ പ്രബലപ്പെട്ടിട്ട് സത്യം പറയുന്ന ദൈവദാസന്മാരെ എല്ലാ വിധത്തിലും നിരോധനം ഏർപ്പെടുത്തുകയാണ് ഉണ്ടാകുന്നത്.
ഇന്ന് നാളുകളിൽ നടക്കുന്ന ഒരു വലിയൊരു സ്തോത്രം ഹല്ലേലൂയ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ സഭകളും സ്തോത്രം കമ്പനികളായി തീർന്നുകൊണ്ടിരിക്കുന്ന സഭകളും കോർപ്പറേറ്റുകളായി തീർന്നുകൊണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഈ വക കാര്യങ്ങളിൽ ഇടപെടാതെ പാപത്തിനെതിരെ പറയുന്നതിൽ സ്തോത്രം ലിമിറ്റ് ചെയ്തുകൊണ്ട് സാഹചര്യവും പണവും വ്യക്തിബന്ധത്തിന്റെയും മഹത്വം നോക്കിക്കൊണ്ട് സത്യം പറയാതെ മൗനമായിരുന്നു കൊണ്ട് ദൈവരാജ്യത്തിൽ നിന്ന് അന്യമാകുന്ന അനേക മനുഷ്യാത്മാക്കളെയാണ് സഭകളുടെ അകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കാണുന്നതല്ല ദൈവം കാണുന്നത് കേട്ടോ. നമ്മൾ കാണുന്നതെല്ലാം വൈറ്റ് വാഷ് ചെയ്ത് പുട്ടിയടിച്ചിട്ടിരിക്കുന്നതൊക്കെയാണ് നമ്മൾ കാണുന്നത്. എന്റെ ദൈവത്തിന്റെ മുമ്പിൽ ഒരു മായവും അവിടെ നിലനിൽക്കത്തില്ല. എന്റെ ദൈവം വാസ്തവമായതിനെ ആകുന്നത് പോലെ കാണുന്ന ദൈവത്തിന്റെ മുമ്പിലാണ് നമ്മൾ ആയിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും പാപത്തോട് എതിർത്ത് നിൽക്കാൻ പ്രാപ്തമാകണം. ഇതിനാണ് ദൈവത്തിൽ നിന്നുള്ള ശാസന വരുന്നത്. ഹല്ലേലൂയ. നാം ഈ ശാസനയിലൂടെ ശിക്ഷയിലൂടെ നമ്മൾ കടന്നുപോയി നമ്മൾ അക്കരെ തട്ടിലെത്തുമ്പോൾ നമ്മൾ വിശുദ്ധന്മാരുടെ അനുഭവത്തിലേക്ക് വരികയാണ്. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ പാപത്തോട് എതിർത്ത് നിൽക്കാൻ നമ്മളെ പ്രാപ്തമാക്കുന്ന ഈ ശിക്ഷണത്തിലൂടെ തന്നെയാണ്. ആ ശിക്ഷണത്തിലൂടെ പുറത്തു വരുമ്പോൾ സഭയ്ക്കകത്ത് മറ്റൊരു കൂട്ടര് ഒരു കുഴപ്പമില്ല, ലോകത്തെ സുഖമായിട്ട് ആസ്വദിച്ച് മുമ്പോട്ട് പോകാണ്. അവര് പറയുന്നിടത്ത് എല്ലാം ഉണ്ട്, പണമുണ്ട്, പദവിയുണ്ട്, ബന്ധങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. അടികിട്ടി ദൈവസന്നിധി ശിക്ഷണ പ്രാപിച്ച് വിശുദ്ധി പ്രാപിച്ചിരിക്കുന്നവന്റെ കൂട്ടുകെട്ടുകളില്ല, പണമില്ല, ബന്ധങ്ങളിൽ എല്ലാം കൈമോശമായി തീർന്നുകൊണ്ടിരിക്കുക. പക്ഷെ നമുക്ക് നിത്യതയുണ്ട്. ലോകത്തിലും എല്ലാം ഉള്ളവന് നിത്യ നരകവും ഉണ്ട്. ഇത് പറയാൻ അനുവാദമില്ലാത്ത ഇടങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ദൈവസഭയുടെ നിലവാരം സൂക്ഷിക്കുന്നില്ല ആ ഇടങ്ങളൊന്നും. ആമേൻ. കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. സ്വന്തം വായിച്ചേ, തുറന്നു വായിച്ചേ. ഹല്ലേലൂയ. സ്തോത്രം. എബ്രായ ലേഖനം 12 താഴോട്ട് വായിച്ചേ. നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ 12:7 നിങ്ങൾ ബാലശിക്ഷ അപ്പോൾ സഹിക്കാൻ നമുക്ക് ചോയ്സ് നമ്മുടെയാ. എനിക്കിത് കേൾക്കണ്ട, ഞാൻ പഴയ വഴിക്ക് തന്നെയാ, പാപത്തിന്റെ വഴിക്ക് തന്നെ, എനിക്കിതൊന്നും കേൾക്കാന്ന് പറ്റില്ല. ദൈവമേ എന്റെ പുറകെ നിന്ന് പോക്കോ. അപ്പൊ അങ്ങനെ കർത്താവ് പുറകെ വരുന്ന യോനയുടെ പുറകെ വന്ന് ഓർക്കുന്നുണ്ടോ? നമ്മൾ ശരിക്കും യോനയുടെ പുറകെ എന്തിനാ ദൈവം അങ്ങനെ അന്നേ? ഞാൻ പറയട്ടെ, നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കർത്താവെ നിന്നോട് ഗുഡ് ബൈ, എന്റെ പുറകെ ഇത് വരണ്ടെന്ന് പറഞ്ഞ് പോയാൽ വിടുന്നാണ് വിചാരിക്കുന്നത്. ഇല്ല, ദൈവം തന്റെ നീതി പ്രസിദ്ധമാകുകയും തന്റെ ന്യായവും നീതിയും സത്യവും സൽഗുണങ്ങളും സകല തലമുറകൾക്ക് നീതിയായി വെളിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ താൻ ഒരുവനെ പേര് ചൊല്ലി വിളിച്ചാൽ അവന്റെ നീതിയല്ല, വിളിച്ചവന്റെ നീതി നിമിത്തം വിളി കേട്ടവന്റെ നീതിയെ തന്നെ എടുത്തു മാറ്റാൻ അധികാരമുള്ളവനാണ് ദൈവം. കാരണം എല്ലാ തലമുറകളിലും ഒരുവൻ ജയമെടുത്തിരിക്കുന്നു, പാപത്തെയും മരണത്തെയും ജയിച്ചിരിക്കുന്നവനാൽ അവന്റെ നീതിയും ന്യായവും നിത്യമായിരിക്കുകയല്ല, അവന്റെ നീതിയെയും ന്യായത്തെയും ചോദ്യം ചെയ്യുവാൻ ലോകത്തിൽ ഒരു വ്യവസ്ഥകൾക്കും കഴിയത്തില്ല. അതുകൊണ്ട് യോനായെ തൽക്കാലം വിളിച്ച് വേർതിരിക്കുന്ന ദൈവം അവന്റെ ജീവിതത്തിന്റെ പ്രാണഭയത്തിലായി പ്രാണന് കൂടെ ഛേദം വരുന്ന അനുഭവത്തിലേക്ക് എത്തി. പക്ഷേ നഷ്ടമായില്ല. അവനെ വീണ്ടും മടക്കി ദൈവത്തിന്റെ കാര്യപദ്ധതിയിലേക്ക് ദൈവം മടക്കി കൊണ്ടുവന്നു. ആമേൻ. കർത്താവ് തന്റെ കാര്യപദ്ധതിയിലേക്ക് ആരെ മടക്കിക്കൊണ്ടുവന്നു? യോനായെ മടക്കിക്കൊണ്ടുവന്നു. ദൈവത്തിന്റെ ഇഷ്ടം അവിടെ ചെയ്തു. അപ്പോഴും ശ്രദ്ധിക്കണം, അവന്റെ കോപ സ്വഭാവം, ശാഠ്യ സ്വഭാവം ആര് വിട്ടിട്ടില്ല? യോന വിട്ടില്ല. ഹല്ലേലൂയ. ഞാൻ ഇനിയും കോപിക്കും, ഇത് ദൈവസന്നിധിയിൽ വിഹിതമാണെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ബഹളം ഉണ്ടാക്കുന്ന ഒരു യോനയെ കാണുന്ന അപ്പോൾ ദൈവം അവനെ വിടുന്നില്ലെന്ന് മനസ്സിലാക്കണം. അതായത് നമ്മൾ കുഞ്ഞുങ്ങളെ പോലെ ദൈവത്തോട് എത്ര മറുപടിച്ചാലും എതിർത്താലും കർത്താവ് നീ എന്നെ വിട്ടു പോകുന്നു പറഞ്ഞാലും പോകുന്ന ഒരു ദൈവം അല്ലെന്നത് മനസ്സിലായോ? രക്ഷയുടെ മഹത്വം എത്ര ശ്രേഷ്ഠമാണെന്നറിയാവോ? കാര്യം എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചും അനാദി നിത്യതയില് സ്വർഗത്തിലെ ദൈവം ഒരു പദ്ധതി ഇട്ടിട്ടുണ്ട്. അത് നിവർത്തിച്ചേ മതിയാകത്തുള്ളൂ. ഞാൻ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ വലിയ കപ്പലിന്റെ അടിത്തട്ടിപ്പോയി സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയാലും നീ ഉറങ്ങാനൊരു സമയം വെച്ചിട്ടുണ്ട്. എന്നാൽ നീ ഉറങ്ങുമ്പോ അനേകം ഉറക്കം കെടുത്തുന്ന ഒരു ദൈവമാണ്. മനസ്സിലാകട്ടെ. നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എവിടെയാ? യോന തെറ്റ് ചെയ്തപ്പോ യോനയുടെ അടുക്കിലേക്ക് ഇറങ്ങി ചെല്ലുന്നല്ലേ കേൾക്കുന്നത്? അല്ല, യോനായെ ചുമക്കുന്നവരെയാ ദൈവം തൊടുന്നത്. ശ്രദ്ധിച്ചോ? ഒരു പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ വിഷയത്തിൽ ദൈവം ആദ്യം ഇടപെടുമ്പോൾ ആളുകൾ എന്ത് ചെയ്യുമെന്നറിയാമോ? അവനോട് ചുറ്റും ഇരിക്കുന്നവരെയാ ദൈവം സന്ദർശിക്കുന്നത്. അവനോട് നേരിട്ട് ഇടപെടത്തില്ല. കാരണം എന്നാണെന്നറിയാമോ? ദൈവം അവന് കൽപ്പിച്ചാക്കിയിരിക്കുന്ന ഒരു നിയമമുണ്ട്. ദൈവം അവനോട് ഇടപെട്ട ഒരു സ്നേഹബന്ധമുണ്ട്. അത് ഉടയാതെ ആ ബന്ധം ഇല്ലാത്തവരെ ദൈവം തൊടാൻ തുടങ്ങും.
അതുകൊണ്ട് യോനാടെ ചുറ്റും ഇരിക്കുന്നവരൊക്കെ സൂക്ഷിച്ചോണം, യോനായെ ചുമന്നുകൊണ്ട് പോകുന്നവർ സൂക്ഷിച്ചോണം. എല്ലാവരും ദൈവത്താൽ പിടിക്കപ്പെടും. കാരണം എന്നാണെന്നറിയാവോ? നിനവെ മാനസാന്തരപ്പെടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കപ്പൽ മുങ്ങിയാലും കുഴപ്പമില്ല. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അതായത് ചില ആത്മാക്കളുടെ രക്ഷയ്ക്കായിട്ട് നമ്മെ ദൈവം വേർതിരിച്ചു കൊണ്ടുപോകുമ്പോൾ, നമ്മുടെ ജീവിതത്തിലെ ചില സുഖ സൗകര്യങ്ങൾ നഷ്ടപ്പെടുമ്പോൾ ദൈവം അതിനെ ഓർത്ത് ദുഃഖിക്കുന്നില്ല. കാരണം ഇതിന് ശ്രേഷ്ഠമായ അനുഭവം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് യോനായെ പോലെ ഭൂമിയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. ദൈവം തന്നെ ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തിനായി കാത്തിരുന്ന അബ്രഹാമിന് സ്വർഗത്തിൽ ഒരുക്കി വെച്ചതുപോലെ നമുക്കും വെച്ചിട്ടുണ്ട്. നമ്മെ കൂടാതെ അവര് പൂർത്തീകരണം പ്രാപിക്കത്തുമില്ല. നമ്മൾ ചെല്ലണം. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ചെങ്കടൽ കടന്നു ചെന്ന മോശയും വെയിറ്റ് ചെയ്യണം. ഹല്ലേലൂയ, സ്തോത്രം. ഒറ്റ പ്രാർത്ഥന കൊണ്ട് 3 വർഷം ആകാശം അടച്ചു കളഞ്ഞ ഏലിയാവ് ഓർമ്മിപ്പുണ്ട്. ഹല്ലേലൂയ. എന്നാൽ 2-3 ട്രാക്ടർ നിർത്തി 2-3 പേരോട് വചനവും പറഞ്ഞ് 2-3 പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സുവിശേഷം പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒരു അത്ഭുതം പോലും കാണാത്തവരും സ്വത്ത് ചെല്ലാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പൊ അവരുടെ സ്റ്റാൻഡേർഡിനൊപ്പം നമുക്ക് നിൽക്കാനുള്ള സ്വത്ത് യോഗ്യതയുണ്ടോ? തീർച്ചയായിട്ടും പറയും, ലോകപ്രകാരം ഇല്ല. പക്ഷെ എന്നെ സ്റ്റാൻഡേർഡ് ഉള്ളവനാക്കി എടുക്കുന്നതിന് എനിക്ക് വേണ്ടി ഊറ്റപ്പെട്ട രക്തമുണ്ട്. സകല ജഡങ്ങളെ വീട്ടെടുക്കേണ്ടതിനോ സകല ആത്മാക്കളും തേജസ് പ്രാപിക്കേണ്ടതിന് എനിക്ക് വേണ്ടി യോഗ്യമായി അറുക്കപ്പെട്ട ഒരു നാമമുണ്ട്. അവന്റെ രക്തമുഖാന്തരം നാം ദൈവസന്നിധിയിൽ പ്രവേശിക്കുകയാണ്. ഒരു പ്രവർത്തികളും കാരണമല്ല. അതുകൊണ്ട് എന്റെ കയ്യിൽ വടിയില്ല ചെങ്കടലിനെ പിളർത്താൻ, എന്റെ കയ്യിൽ പുതപ്പില്ല സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുക. പക്ഷെ മനസ്സിലാക്കണം, നമ്മുടെ ചെറിയ ശുശ്രൂഷകളെ ആ വലിയ ശ്രേഷ്ഠമാക്കി എടുക്കുന്ന ഒരു നാമം സ്വർഗത്തിലുണ്ട്. അത് ദൈവത്തിന്റെ നീതിയാണ്. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് വില നൽകിയ ഒരു നാമം സ്വർഗത്തിലുണ്ട്. ആമേൻ. അല്ലെങ്കിൽ ആ കർത്താവാണ് നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. തുടർന്ന് നമ്മളൊന്ന് വായിച്ചേ. വായിച്ചോ. അപ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, നാം പാപത്തോട് എതിർക്കുമ്പോൾ നമ്മൾ ക്ഷീണമുണ്ടായി മടുപ്പുണ്ടായി പോകും. അപ്പോഴാണ് ഞാൻ പറയുന്നത്, എനിക്കിനി പോകണ്ട കർത്താവേ, ഞാൻ ഈ ചൂരച്ചിരുടെ കീഴിൽ കിടന്ന് അങ്ങോട്ട് തീർന്നോളാം. അപ്പൊ പറയുന്ന കാര്യം, ഞാൻ എന്റെ പിതാക്കന്മാരെക്കാളൊന്നും വലിയ ഞാൻ തീർന്നു നോക്കുമ്പോ നമ്മുടെ കുറവ് മാത്രമേ കാണത്തുള്ളൂ. അങ്ങനെ ഒരു കാലഘട്ടമുണ്ട് അല്ലേ? എനിക്കിനി ജീവിക്കണ്ട, എനിക്ക് കുറവ് മാത്രമല്ല, എങ്ങനെയും തീർന്ന ഇന്ന് രാത്രി അവസാനത്തെ രാത്രിയാ, ഇന്നോടുകൂടി നാളെ നേരം വെളുക്കത്തിൽ ഇന്ന് രാത്രി ഭൂമിയുമേ മാറ്റപ്പെടും എന്നുള്ള ചിന്തയോടുകൂടെ കിടന്നുറങ്ങുന്നത് കണ്ടിട്ടുണ്ട്. എന്താണെന്നറിയാവോ? ഇതാണ് അതിന് കാരണം. നിങ്ങളെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ കണ്ടോ, ക്രിസ്തു എങ്ങനെയാണ് പാപികളുടെ ഇടയിലാണ് പാപം കലരാതെ ജീവിച്ചത്. അവനെ മാത്രമേ ധ്യാനിക്കാവുള്ളൂ. തൊട്ടിപ്പുറത്ത് അരുതേ അരുതേ എന്ന് പറഞ്ഞ പത്രോസിനെയും ധ്യാനിച്ചേക്കരുത്, അളലിയാസത്ത് യാക്കോബിനെയും ധ്യാനിച്ചേക്കരുത്, പൗലോസിനെയും ധ്യാനിച്ചേക്കരുത്. പിന്നെ ആരെ ധ്യാനിക്കേണ്ടത്? കർത്താവായ യേശു ക്രിസ്തുവിനെ മാത്രമാണ് ധ്യാനിക്കേണ്ടത്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. മറിയ സ്തോത്രം ദൈവമല്ല. സ്തോത്രം. മറിയ സ്തോത്രം വെറും ഒരു സ്ത്രീ മാത്രമാണ്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. മറിയ യേശു ക്രിസ്തുവിനെ ജനനം കൊണ്ടപ്പോൾ കന്യകയെ ഉൽപാദിതമായി അവിടെ യേശുവിനെ അവിടെ പ്രസവിക്കാൻ ഇടയായി തീർന്നു. അതിന് ശേഷവും സഹോദരന്മാര് കുറെ ഉണ്ടേ. ഇപ്പോഴും എന്താ സ്തോത്രം ഹല്ലേലൂയ വിർജിനായിട്ടല്ല ഇരിക്കുന്നത്. മനസ്സിലാക്കണം. അതുകൊണ്ട് ആരും ദൈവസന്നിധിയിൽ കർത്താവിനെ ആരാധിക്കുന്നതിനും സ്തോത്രം ഹല്ലേലൂയ ഈ വക കാര്യങ്ങൾക്കൊന്നും യോഗ്യതയില്ല. യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. ആമേൻ. വായിച്ചേ. പോട്ടെ. എതിർത്ത് നിന്നിട്ടില്ല. എന്നോ മകനെ കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്. അതായത് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന നമ്മളുടെ ജീവിതത്തിലൊക്കെ പാപങ്ങള്, രഹസ്യപാപങ്ങൾ പലതും പുറത്തു വന്ന് പലരുടെയും മുമ്പിൽ നിന്ന് ചില അടികളൊക്കെ കിട്ടുന്നുണ്ട്, ബാലശിക്ഷ കിട്ടുന്നത് ഓർക്കുന്നുണ്ടോ? അതിന് കാരണം എന്നാണെന്നറിയാവോ? ഇത് കർത്താവ് നിന്നെ ദൈവരാജ്യത്തിൽ സ്വർഗരാജ്യത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി ഇവിടെ നിന്നെ ഇച്ചിരി അപമാനം അനുഭവിച്ചാലും ശരി നിന്നെ അക്കരെ കൊണ്ടുചെല്ലണം. മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ ചിലരുടെ പാപം വെളിപ്പെടത്തില്ല, അങ്ങ് അടങ്ങിയിരിക്കുക. അതെന്നറിയോ? എന്നേക്ക് നശിച്ചു പോകേണ്ടതിനാണ് അങ്ങനെ ദൈവം അനുവദിക്കുന്നത്. ചിലതൊക്കെ വെളിപ്പെട്ട് വരുന്നു. പ്രാർത്ഥനയിലും ശുശ്രൂഷയിലും ചിലരുടെ രഹസ്യ പാപങ്ങൾ വെളിപ്പെട്ട് വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോണം, അവനെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. മനസ്സിലാക്കണം. അപ്പോൾ സഭയ്ക്കകത്ത് കൃപാവരങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ അനുവദിച്ചിരിക്കണം.
കൃപാവരങ്ങൾ പ്രത്യേകിച്ച് വിഷയങ്ങൾ പ്രവചിക്കണം. പ്രവചനം വളരെ ആവശ്യമാണ്. അല്ലെങ്കിൽ വിവേചനപരം വളരെ ആവശ്യമാണ്. വിവേചിക്കുകയും പ്രവചിക്കുകയും ചെയ്യണം. ഒരു അവിശ്വാസി അകത്തു വന്നാൽ അവന്റെ പാപങ്ങളെ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം കൃപ ലഭിച്ചവരായിരിക്കണം സഭയ്ക്കകത്തിരിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ സഭയ്ക്കകത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള നല്ല അവബോധം വരണമെന്നുണ്ടെങ്കിൽ കൃപാവരം ഉണ്ടെങ്കിലേ മതിയാകത്തുള്ളൂ. കൃപാവരമില്ലെങ്കിൽ ആ സഭ ഡെഡാണ്, ടോട്ടലി ഡെഡാണ്, ഇഷ്ടപ്പെടത്തില്ല. ഇന്ന് അനേകർ പെന്തക്കോസ്തിൽ വന്ന് അഭിഷേകമില്ലാതെയും അഭിഷേകം ലഭിച്ചിട്ട് നഷ്ടമാക്കി കളഞ്ഞിരിക്കുന്നവരും കൃപാവരങ്ങൾ നഷ്ടമാക്കി കളഞ്ഞിരിക്കുന്നവരും അതിനെക്കുറിച്ച് വിരുദ്ധമായി സംസാരിച്ച് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചിരിക്കുകയും ചെയ്യുന്നവര് ഒത്തിരി പേരാകത്തോ. എന്താ ഉണ്ടായതെന്നറിയാമോ? അവിശ്വാസികളും പാപികളുടെ എണ്ണം സഭയ്ക്കകത്ത് വർദ്ധിച്ചു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ദൈവം ഉപയോഗിച്ചിരുന്നവരെല്ലാം സംഘടനകൾക്ക് നിന്ന് പുറത്തുപോയി. ഇത് വേറൊരു ഒരു അസോസിയേഷൻ മാത്രമായിട്ട് തീർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്നാ? സ്വന്തം വരുന്നത് പോലെ 2 പാട്ട്, ഒരു സ്ലോ വർഷിപ്പ്, ഒരു സങ്കീർത്തനം, പ്രബോധനം, 25 മിനിറ്റ് ഒരു പ്രസംഗം, കർത്തൃമേശ, വീട്ടിൽ പോക്ക്, പുഴുക്ക് തീറ്റയും പപ്പയും പോത്തും, ഇതെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വേറെന്നാ? എന്നിട്ട് പറയുക സ്വർഗത്തിൽ പോകുന്നു. അതെ, അവിടെയും പുഴുക്ക് തിന്നാനും ഇറച്ചി തിന്നാനും അല്ലേ പോകുന്നത്. ആള് വായിച്ചേ, തുറന്ന് വായിച്ചേ. സ്വർഗത്തിൽ മാംസയോഗം ഇല്ല, സ്വർഗത്തിൽ മാംസയോഗം ഇല്ല. ആമേൻ, ഹല്ലേലൂയ. എഴുന്നേറ്റ് സാക്ഷി പറയുന്ന പരിപാടിയില്ല, 2 വാക്ക് പറയുന്ന സ്പെഷ്യൽ സോങ്ങിന്റെ പരിപാടിയില്ല. പിന്നെ എന്തിനാ അങ്ങോട്ട് പോകുന്നേ? ഇവിടെ ഇരിക്കുമ്പോൾ നിന്നോട് ദൈവാത്മാവ് ഇടപെടണം. നിത്യതയെക്കുറിച്ചുള്ള വെളിപ്പാട് പ്രാപിച്ചിരിക്കണം. ഇതിനൊന്നും അർഹനല്ലാതെ ജീവിച്ചിട്ട് ഒരു ദിവസം ഞാൻ അങ്ങോട്ട് ചാടിക്കേറുന്നു പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. ആ വക തെറ്റിദ്ധാരണകളെല്ലാം മാറ്റേണ്ട സമയം അധികരിച്ചിരിക്കുകയാണ്. ആമേൻ. അപ്പോൾ പാപത്തോട് എതിർത്ത് നിൽക്കണം. ഈ വാക്യം വായിക്കുമ്പോൾ ഇതിന്റെ കൂടെ വായിക്കേണ്ട മറ്റൊരു വാക്യം നമ്മൾ എല്ലാ ഞായറാഴ്ചകളിലും നമ്മൾ എടുക്കുന്ന ഒരു വാക്യമാണ് എഫേസ്യ ലേഖനം. ഹല്ലേലൂയ. അതിന്റെ ഞാൻ വായിച്ചോളാം. 5-ാം അധ്യായം. സ്തോത്രം, ഹല്ലേലൂയ. അതിന്റെ സ്തോത്രം അതിന്റെ 11 വാക്യമല്ല, 5-11 മുതൽ വായിക്കാം. സ്തോത്രം എടുക്കണം, ഞാൻ വായിച്ചോളാം. അവിടെ വായിക്കുന്ന എന്താണെന്ന് പറയുക, ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികളിൽ കൂട്ടാളികൾ ആകരുത്. അടുത്തത്, അവയെ ശാസിക്കത്രേ വേണ്ടത്. അടുത്തത്, അവർ ഗൂഢമായി ചെയ്യുന്നത് പറവാൻ പോലും ലജ്ജയാകുന്നു. അവയെ ശാസിക്കുമ്പോഴോ സകലത്തെയും കുറിച്ച് വെളിച്ചത്താൽ ബോധം വരും. എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലായി? പാപികളുടെ ഹൃദയത്തിൽ ഉള്ള പാപ സ്വഭാവത്തിന് തുല്യമായി രക്ഷിക്കപ്പെട്ടൊരു ദൈവവൈതലിന്റെ ഹൃദയത്തിലേക്ക് പാപചിന്തകൾ വരുമ്പോൾ അവൻ എന്ത് ചെയ്യണമെന്നറിയാമോ? ഹൃദയത്തിൽ തന്നെ വെച്ച് ആ പാപത്തെ എതിർക്കണം, അതിനെ ശാസിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ ഹൃദയത്തിൽ വരുന്ന പാപചിന്തകളെ ശാസിച്ചു തുടങ്ങുമ്പോൾ, ഹൃദയത്തിൽ വരുന്ന ഓരോ പാപങ്ങളെ ജയിച്ചു തുടങ്ങുമ്പോൾ അവിടെ എന്തോ അതിനാൽ തന്നെ വെളിച്ചം അവിടെ വെളിപ്പെടും. അങ്ങനെയല്ലേ അവിടെ വായിക്കുന്നത്? അവിടെ വായിക്കുന്ന എന്താണ്? അതുകൊണ്ട് അവിടെ വായിക്കുന്നത് അവിടെ ലജ്ജയാകുന്നു. അവയെ ശാസിക്കുമ്പോഴോ, 13-ാം വാക്യം, അവയെ ശാസിക്കുമ്പോഴോ സകലത്തെയും കുറിച്ച് വെളിച്ചത്താൽ ബോധം വരും. അപ്പോൾ ശ്രദ്ധിക്കണം, ഈ ബോധം വരണമെന്നുണ്ടെങ്കിൽ ശാസിക്കണം. എന്തിനെ ശാസിക്കേണ്ടത്? ഹൃദയത്തിലുള്ള പാപത്തെ ശാസിക്കണം. ഹൃദയത്തിലുള്ള പാപത്തെ ശാസിക്കാൻ ദൈവം ചെയ്യുന്ന കാര്യം എന്നാന്നറിയാം, നമ്മളെ ശിക്ഷിക്കും. സ്വർഗത്തിലെ ദൈവം നമ്മളെ ശിക്ഷിക്കുമ്പോഴാണ് ഹൃദയത്തിൽ വരുന്ന പാപത്തെ ശാസിക്കാൻ നമുക്ക് ശക്തി ലഭിക്കുന്നത്. ആരാണ് പാപത്തെ ജയിക്കുന്നത്? ദൈവത്തിന്റെ ശിക്ഷണയിലൂടെ കടന്നുപോയവനെ പാപത്തോട് എതിർത്ത് നിൽക്കുന്നുള്ളൂ. അപ്പോൾ മനസ്സിലാക്കണം, ആരെയാണ് ഈ സ്വർഗരാജ്യത്തിൽ പോകുന്നതെന്ന് ചോദിച്ചാൽ, ഈ ലോകത്തിൽ പാപത്തെ ജയിച്ചവരെ സ്വർഗരാജ്യത്തിൽ പോകത്തുള്ളൂ. അവരെങ്ങനെയാണ് സ്വർഗത്തിലേക്ക് പോകാൻ അവരെ പ്രാപ്തമാക്കുന്ന? അതിനുള്ള എലിജിബിലിറ്റി എന്താണ്? കാരണം അവന്റെ ആയുസ്സിൽ പരിശുദ്ധാത്മാവ് അവനെ ബലപ്പെടുത്തി. അല്ലെങ്കിൽ അവൻ പാപത്തോട് എതിർത്തു നിന്നു. പാപം പുറത്തല്ല, പാപം അകത്താണ്. പാപം ഹൃദയത്തിലാണ്. പാപം ഹൃദയത്തിലാണ്. കൊലപാതകം ആരംഭിക്കുന്നത് ഹൃദയത്തിലാണ്. മോഷണം ആരംഭിക്കുന്നത് ഹൃദയത്തിലാണ്. വ്യഭിചാരം ആരംഭിക്കുന്ന ഹൃദയത്തിലാണ്. പരസംഗം ആരംഭിക്കുന്ന ഹൃദയത്തിലാണ്. ശണ്ഠ ആരംഭിക്കുന്ന ഹൃദയത്തിലാണ്. ഭിന്നത ആരംഭിക്കുന്ന ഹൃദയത്തിലാണ്. വൈരാഗ്യം ആഗ്രഹിക്കുന്ന ഹൃദയത്തിലാണ്. അവിടെയാണ് പാപത്തെ ജയിക്കേണ്ടത്. അവിടെ ജയിക്കാതെ പുറത്ത് ജയിക്കാൻ വരുന്നവരാണ് പരാജയപ്പെടുന്നത്. ചിലരകത്ത് ദുഷ്ടന്മാരും പുറത്ത് നീതിമാന്മാരായിട്ടിരിക്കും. അവരെ ദൈവത്തെക്കാൾ അധികം സാത്താനും നല്ലതുപോലെ അറിയാം.
എന്നാൽ അകമേ യഹൂദനായവനത്രേ യഹൂദൻ. അതെങ്ങനെയാ? അകമേ യഹൂദനായവനത്രേ യഹൂദ. അപ്പോൾ ഹൃദയത്തിൽ വരുന്ന പാപത്തെ ശാസിക്കുന്നെങ്കിൽ മാത്രമാണ് അതിനാൽ സകലത്തിലും ബോധം വരുന്നത്, വെളിച്ചം പ്രാപിക്കുന്നത്. അല്ലേ? ഹല്ലേലൂയ. നമ്മളവിടെ വായിക്കുമ്പോൾ റോമാലേഖനം 2-ാം അധ്യായം, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, അതിന്റെ 28-ാം വാക്യം വായിക്കുന്ന എങ്ങനെയാ? പുറമേ യഹൂദനായവനോ യഹൂദനല്ല. അടുത്തത് പുറമേ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല. അടുത്തത് അകമേ യഹൂദനായവനത്രേ യഹൂദൻ. മനസ്സിലായോ? അകമേ യഹൂദനാകുന്ന എങ്ങനെയാന്ന് ഈ പറഞ്ഞു വരുന്നത്? അകത്ത് പാപത്തോട് എതിർത്ത് നിൽക്കണം. ഹല്ലേലൂയ. പുറമേ പരിച്ഛേദന ചെയ്തിട്ട് കാര്യമില്ല. ഹൃദയ പരിച്ഛേദനയെ കുറിച്ചാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. പാപത്തെ ഹൃദയത്തിൽ നിന്ന് ആട്ടി ഓടിക്കുവാൻ കൃപ പ്രാപിച്ചാല നീ പുറമേയും വിശുദ്ധനായിട്ടിരിക്കുന്നുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് പുറമെ തൊലിപ്പുറത്തുള്ള വിശുദ്ധിയും പറഞ്ഞുകൊണ്ടിരുന്ന മകനെ, നീ ദൈവരാജ്യത്തിൽ ചെല്ലത്തില്ല. അടുത്ത വാക്യം പുസ്തകം, അക്ഷരത്തിലല്ല ആത്മാവിലുള്ള കണ്ടോ? ഹൃദയ പരിച്ഛേദന. എങ്ങനെ ഇത് ലഭിക്കുന്നത്? ഓരോ പാപത്തോടും ഹൃദയത്തിൽ ശാസിക്കണം. ഇത് പാടില്ല. വിശുദ്ധനാകുന്ന എന്റെ ജീവിതത്തിൽ ഇത് പാടില്ല. പല സാഹചര്യത്തിലും പിശാച് പല രൂപത്തിലും പല ഭാവത്തിലും നമ്മുടെ ഹൃദയത്തിൽ പാപം കൊണ്ടുവരും. അതിനെ ശാസിക്കണം. അതിനെ ശാസിക്കാൻ നമ്മൾ സ്വന്തം ബലപ്പെടണമെന്നുണ്ടെങ്കിൽ നാം ദൈവത്തിന്റെ ശിക്ഷയിലൂടെ പോയെങ്കിലേ കഴിയത്തുള്ളൂ. അതാണ് നമ്മൾ അവിടെ എബ്രായ ലേഖനത്തിന്റെ അകത്ത് കണ്ടത്. ദൈവം നമ്മളെ ശിക്ഷിച്ചാൽ നമ്മെ ബലപ്പെടുത്തുകയാണ് പാപത്തിന് നേരെ. പക്ഷെ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ പലപ്പോഴും അല്ലെങ്കിൽ നമ്മൾ മുഷിയാനുള്ള സാധ്യതയുണ്ട്, ക്ഷീണിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഗ്രന്ഥകർത്താവാകുന്ന പൗലോസ് എടുത്തു പറയുകയാണ്, നിങ്ങൾ ക്ഷീണിക്കരുത്, നിങ്ങൾ തളർന്നു പോകരുത്. ഇതിന്റെ ഉദ്ദേശം ഉന്നതമാണ്. ഉന്നതമായൊരു പദ്ധതി സ്വർഗം മുന്നമേ കണ്ടതുകൊണ്ടാണ് ആ നിലവാരത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ നടത്തുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ലവോദിക്ക സഭയ്ക്കകത്ത് ശീലവാന്മാരായി തീർന്നവരുണ്ടോ അവർ മടങ്ങി വന്നേ മതിയാകത്തുള്ളൂ. ശ്രദ്ധിക്കണം, എന്തുകൊണ്ടാണ് വരുന്നത്? ദൈവം തനിക്കുള്ളവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ചിലരോട് പറയുമ്പോൾ ചിലർ പറയുന്നത് എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു കഷ്ടമൊന്നും വന്നിട്ടൊന്നുമില്ല. അവർ ചിന്തിക്കുന്നത് എല്ലാ ഞായറാഴ്ചയും മുറയ്ക്ക് ആരാധനയ്ക്ക് പോകുന്നു, തിരിച്ച് വീട്ടിൽ വരുന്നു, രാവിലെ പാട്ട് 2 പാട്ട് പാടി പ്രാർത്ഥിച്ച് കിടന്നുറങ്ങുന്നു. ഒരു പാപം വെളിപ്പെടുന്ന നേരം വരുമ്പോ അവൻ പാപത്തിന് കുമിന്നൂത്തി വീഴുന്നു കണ്ടിട്ടുണ്ടോ? കാരണം അവൻ മക്കളായിട്ടില്ലെന്നാ പറഞ്ഞതിന് കാരണം. മകനാകണമെന്നുണ്ടെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിനെ വാസ്തവമായി ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കണം. അംഗീകരിക്കല്ല, സ്വീകരിക്കണം. അംഗീകരിക്കാനല്ല, എല്ലാവരും അംഗീകരിക്കാൻ പറ്റും, സ്വീകരിക്കാനാണ് പറ്റാത്തത്. സ്വീകരിച്ചാൽ എന്ത് പറ്റും? നിന്നെ പാപത്തിന് എതിരെ നിർത്താൻ ദൈവത്തിന്റെ ആത്മാ ബലപ്പെടുത്തും. അംഗീകരിച്ച ഞാൻ ഉഷ്ണവാനുമാണ്, ശീതവാനുമാണ്, അതാണ് പ്രശ്നം. പിടികിട്ടിയോ? അതുകൊണ്ട് ഓരോ വാക്കുകളും വായിന്ന് വരുമ്പോ എന്തുദ്ദേശത്തിൽ നിന്നാണ് ഈ വാക്കുകൾ വന്നതെന്ന് പരിശോധിച്ചോണേ. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്ന സമയം അടുത്തു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ലവോദിക്ക സഭയുടെ അവസാനത്തെ വാക്കുകൾ നമുക്ക് വായിക്കാം. വായിച്ചേ. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ വരം നൽകും. എത്രാം വാക്യമാണ്? 21. സ്വതം 19-ാം വാക്യം. എനിക്ക് പ്രിയമുള്ളവരെയൊക്കെ ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക. കണ്ടോ? ജാഗ്രതയുള്ളവനായിരിക്കുക. അതായത് ചിലരെ സഭയ്ക്കകത്ത് ദൈവം കൂടുതലായി സന്ദർശിക്കുകയും ചിലർ അധികമായ ദുഃഖത്തിന് കാരണമായി തീരുകയും അധികമായ ഭാരത്തിനും ക്ലേശത്തിനും ഇടയായി തീരുന്നെന്ന് കാണുമ്പോൾ അവനെ ദൈവം അടിച്ചതാണെന്നും ഉപദ്രവിച്ചതാണെന്നും തെറ്റായി പറയല്ലേ. ദൈവം അവനെ ചെത്തി മെനിക്കൊണ്ടിരിക്കുക ചെയ്യുന്ന. എന്നാൽ ഇതെല്ലാം കണ്ടോണ്ട് കൈയടിച്ചിട്ട് നടക്കട്ടടോ എന്ന് പറയുന്ന നീ ഇതുവരെയും ദൈവത്തിന്റെ കരത്തിലേക്ക് വന്നിട്ടില്ലെങ്കിൽ നിന്നെ എറിഞ്ഞു കളയാൻ ഇട്ടിരിക്കുക എന്ന് മറന്നു പോകരുത്. വായിച്ചേ. എനിക്ക് പ്രിയമുള്ളവരെ ഒക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക. കണ്ടോ? ജാഗ്രതയുള്ളവനായിരിക്കുക. കണ്ടോ? മാനസാന്തരപ്പെടുക. അപ്പോൾ ശ്രദ്ധിക്കണേ, മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെടുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും, കർത്താവ് നമ്മെ സഹായിക്കും, ദൈവത്തിന്റെ വചനം നമ്മളെ സഹായിക്കും, അല്ലെങ്കിൽ യഥാർത്ഥ അഭിഷിക്തന്മാരിലൂടെയുള്ള ശുശ്രൂഷ സഹായിക്കും. വായിച്ചേ. കണ്ടോ? മുട്ടുമ്പോൾ എന്താ ഉണ്ടാകുന്നത്? ഞാൻ വാതിക്കൽ നിന്ന്
വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് ആ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഒരു കാര്യം മനസ്സിലാക്കണം, കഴിക്കുന്നത് അത്താഴവാ. അവിടെ പ്രഭാത ഭക്ഷണമുണ്ട്, മധ്യാഹ്നമുണ്ട്, അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു, ലഞ്ച് ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ഇപ്പൊ ഡിന്നറാണ് കഴിക്കുന്നത്. ഒരു ദിവസത്തിലെ പ്രധാന കാരണമാകുന്ന ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയത്ത് അവൻ കർത്താവിന് ഓപ്പൺ ചെയ്ത് കൊടുത്തില്ല വാതില്. ആഴ്ചത്തെ ദിവസത്തിലെ മധ്യാഹ്നത്തിലും അവൻ അവന്റെ വീട് തുറന്നു കൊടുത്തിട്ടില്ല. പിന്നെ അവൻ എപ്പോഴാ തുറന്നു കൊടുത്തേ? അത്താഴ സമയമാകുമ്പോഴാ അനേകര് വാതിൽ തുറക്കുന്നേ. നമ്മുടെ എല്ലാം ജീവിതത്തിന്റെ അത്താഴ സമയത്താണ് കർത്താവിനെ അനുവദിക്കുന്നത്, ഇല്ലേ? ഒരായുസിന്റെ അത്താഴ സമയത്താണോ കർത്താവിന് സാധനം കൊടുക്കേണ്ടത്? നിന്റെ കുടുംബ ജീവിതത്തിന്റെ അത്താഴ സമയത്താണോ കർത്താവിന് സാധനം കൊടുക്കണ്ടേ? നിങ്ങളുടെ മക്കളുടെ ഭാവിയുടെ അത്താഴ സമയത്താണോ കർത്താവിന് വഴി തുറക്കേണ്ടത്? ഹല്ലേലൂയ. അപ്പോൾ അവൻ എന്നോടും വായിച്ചേ. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് ആദ്യം കർത്താവിനോട് കൂടി ഇരിക്കല്ല, ആദ്യം അവന്റെ അടുക്കൽ, നമ്മുടെ അടുക്കൽ ആദ്യം കർത്താവിന് വരേണ്ടതുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് അനേകര് മറ്റൊരു വ്യക്തിക്ക് തടസ്സമായിട്ടിരിക്കുക, മറ്റു ചിലർ വേറെ ചിലർക്ക് തടസ്സമായിരിക്കുക. ഇതിന്റെ നടുവിലൂടെ വ്യക്തിപരമായിട്ട് കർത്താവുമായിട്ടുള്ള ബന്ധമാണ് ദൈവം പ്രതീക്ഷിക്കുന്നത്. പിടികിട്ടിയോ? വ്യക്തിപരമായ ബന്ധം. എല്ലാവരും കൂടെ കൂടിയിരിക്കുമ്പോൾ മാത്രം പ്രാർത്ഥന വരിക, എല്ലാവരും കൂടിയിരിക്കുമ്പോൾ മാത്രം പ്രസംഗം വരിക, എല്ലാവരും കൂടിയിരിക്കുമ്പോൾ മാത്രം സാക്ഷ്യം വരിക. രണ്ടുപേരില്ലെങ്കിൽ ഞാൻ എങ്ങനെയാ പോകുന്നത്? ഇങ്ങനെയുള്ളവരെല്ലാം കർത്താവിനെ അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ സ്വീകരിച്ചാലേ ജീവിതം വിജയിക്കത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? ഉള്ളത്തിൽ ബലമില്ലാത്തയും നിലനിൽക്കാൻ പ്രാപ്തിയില്ലാതെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ അവർ വ്യക്തിപരമായ ജീവിതത്തിൽ ക്രിസ്തുവിനെ സ്വീകരിക്കണം, കർത്താവിന് അനുവാദം കൊടുക്കണം. ഞാൻ അവന്റെ അടുക്കൽ വന്ന്, അല്ലേ വായിച്ചേ, ചെന്ന് അവനോടും. കണ്ടോ? ആദ്യം കർത്താവിന് നമ്മളോട് എന്തൊക്കെയോ പറയുവാനുണ്ട്. വർഷങ്ങളായിട്ട് അത് പെൻഡിങ് കിടക്കുന്നവരുണ്ട്, വർഷങ്ങളായിട്ട് ദൈവശബ്ദം കേൾക്കാതിരിക്കുന്നവരുണ്ട്. എപ്പം മുതലാണെന്നറിയാവോ? പ്രഭാതം മുതലുള്ള കാര്യം. ഒരായുസിന്റെ പ്രഭാതം മുതല് മധ്യാഹ്നം മുതല് സ്വത്രം ഈ അത്താഴ നേരം വരെയുള്ള കാര്യങ്ങൾ അവനോട് സംസാരിക്കാൻ ഇടപെടാനും കിടക്കുകയാണ്. ഇത് കേട്ടിട്ടുണ്ടോ? അനേകരിന്ന് മറ്റുള്ളവർ വഴി ദൈവത്തെ ബന്ധപ്പെടാനിരിക്കുന്നവരേ ഉള്ളൂ. പ്രവാചകന്മാര് വഴി ദൈവത്തോടുള്ള ബന്ധമേ ഉള്ളൂ. നേരിട്ടുള്ള ബന്ധത്തിനോ നേരിട്ട് ദൈവത്തിന്റെ സാന്നിധ്യത്തിനോ വേണ്ടി കാത്തിരിക്കാൻ അനേകർക്കും മനസ്സില്ലാത്ത അവസ്ഥ. ഈ ഒറ്റയ്ക്ക് മൂങ്ങാ പോലെ ഇരുന്ന് ഉപസിക്കുന്ന കാര്യമല്ല ഈ പറഞ്ഞേ. പിന്നെ എന്നാന്നറിയാവോ? യഥാർത്ഥ വാസ്തവമായി ദൈവ ശബ്ദം കേൾക്കുവാൻ ദൈവസന്നിധിയിൽ ഇരിക്കണം. ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. അടുത്തത്, ഇച്ചിരി കൂടെ പച്ചക്ക് ഞാൻ പറയാ, എല്ലാരെയും വിട്ട് എന്റെ കർത്താവിന് എന്റെ ജീവിതത്തിൽ അവസരം ഉണ്ടെങ്കിലേ നീ ജയിച്ചവനാകുന്നുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ചിലർക്ക് ദൈവത്തെക്കാൾ അധികം മാതാപിതാക്കന്മാര് ദൈവതുല്യമായിട്ട് നിൽക്കുന്നുണ്ട്, നീ ദൈവത്തെ കണ്ടിട്ടില്ല. ചിലർക്ക് മക്കള് ദൈവതുല്യമായിട്ട് നിൽക്കുന്നുണ്ട്, അവരും ദൈവത്തെ കണ്ടിട്ടില്ല. അപ്പോൾ മനസ്സിലാക്കണം, ഇതിനെല്ലാം മാറ്റി എന്റെ കർത്താവിന് അനുവാദം ഉള്ളവൻ മാത്രമേ ജയിക്കുന്നുള്ളൂ. എല്ലാരും ജയിക്കുന്നില്ല, പരാജയപ്പെട്ടവരുണ്ട്. ഈ ലോകം പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. ഈ ലോകം പഠിപ്പിക്കുന്നത് കാണുന്ന സഹോദരനെ സ്നേഹിക്ക്. എപ്പോ വരെ? അത്താഴ സമയം വരെ സ്നേഹിക്കണം, അല്ലേ? അത്താഴം വരെയും എന്റെ കർത്താവ് മുട്ടുകയാണ്, കേൾക്കുന്നില്ല. ഹല്ലേലൂയ. അതായത് അനേകർ ഇന്നുണ്ടല്ലോ, അനേക ശമൂവേൽമാർക്ക് ഇടർച്ചയായിട്ട് ഏലി പുരോഹിതന്മാർ കണ്ടു മങ്ങിയവര് അനേകർ ഇരുന്നു കൊണ്ട് ഇസ്രായേൽ ശമൂവേലിന്റെ വഴി അടച്ചുകൊണ്ടിരിക്കുക. എന്നാ എന്റെ ഏലി പുരോഹിത, നീ വാ തുറന്ന് ശമൂവേലിന് വഴി തുറക്കുന്നത്? അനേകർ ഇടർച്ചയായിട്ടിരിക്കുകയാണ്. ശമൂവേലേ ശമൂവേലേ എന്ന് വിളിക്കുമ്പോ
ഹല്ലേലൂയ സ്തോത്രം. അടിയൻ ഇതാ എന്ന് പറഞ്ഞ് ശമൂവേൽ ഭക്തിയോടെ ഏലിയുടെ മുറിയിലേക്ക് ഓടുകയാണ്. അവന്റെ ഓട്ടവും അവന്റെ ഉത്സാഹവും ഏലിയുടെ മുഖത്ത് നിന്ന് വരുന്ന സ്നേഹവും കരുണയും സ്നേഹത്തോളം അവന്റെ വാത്സല്യവും പ്രതീക്ഷിച്ച് ഓടിച്ചെല്ലുന്ന ശമൂവേലിന്റെ കണ്ണുകളിലേക്ക് സ്വർഗത്തിലെ ദൈവം നോക്കുമ്പോൾ സ്വർഗം പറയുന്ന ഒരു കാര്യമുണ്ട്, മകനെ നീ ഏലിയുടെ മുറിയിലേക്ക് ഓടിയ ആ ആവേശത്തോടെ നീ എന്റെ സന്നിധിയിലേക്ക് വാ. റെഡിയാണോ? എന്റെ സന്നിധിയിലേക്ക് വാ. ഹല്ലേലൂയ. ചിലർ അപ്പനെ ചില കുഞ്ഞുങ്ങൾ അവരുടെ മാതാപിതാക്കന്മാര് ദൈവതുല്യമായിട്ട് എന്റെ പപ്പ പറയുന്നതിന് അപ്പോ എനിക്ക് ഒന്നുമില്ല, എന്റെ മമ്മി പറയുന്നതിന് അപ്പോ എനിക്ക് ഒന്നുമില്ല. നീ ആ സ്നേഹത്തോടും ഊക്കത്തോടും ഉത്സാഹത്തോടും കൂടെ സ്വർഗത്തിലേക്ക് നിന്റെ കണ്ണൊന്ന് ഉയർത്തിക്കേ. ചില മാതാപിതാക്കന്മാർക്ക് മക്കൾ രക്ഷപ്പെടുന്നത് ഇഷ്ടമല്ല കേട്ടോ. എന്താണെന്നറിയോ? ഭൂമിയിലല്ല, ദൈവത്തിലേക്കൊരു ബന്ധം വരുന്നൊന്നും ചിലർക്ക് ഇഷ്ടമല്ല. കാര്യം എന്താ പറയുക, ദൈവത്തിൽ നിന്ന് യഥാർത്ഥമായിട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ എന്റെ പൊന്നെ ഏലി ഇങ്ങനെ കണ്ണ് അടിച്ചു പോയിന്ന കർത്താവ് എന്നോട് പറഞ്ഞത്. ആ ദൂതൊന്നും കേൾക്കാൻ പറ്റുന്ന കുടുംബങ്ങളില്ലേ ഉള്ളത്. അതുകൊണ്ട് മക്കളെ വിടാറില്ല ചില മാതാപിതാക്കന്മാര്, ദൈവത്തിലേക്കേ വിടത്തില്ലെന്ന്. കാര്യം അവനങ്ങ് ചെന്ന് കാര്യങ്ങളൊക്കെ കേട്ടിട്ട് വന്നാൽ ഇവൻ കലക്കം ഉണ്ടാക്കും. ശ്രദ്ധിച്ചോ? ഇന്ന് അനേകരെ ഇടർച്ച ഉണ്ടാക്കുകയാണ്. പക്ഷെ മനസ്സിലാക്കണം, അനേകരുടെ ശുശ്രൂഷയുടെയും ഭാവിയുടെയും ആയുസിന്റെയും അത്താഴ നേരം വരെയും കർത്താവ് കാത്തിരിക്കുകയാണ്. ഇത് ആരോടൊക്കെയോ ഉള്ള ദൂതാണ്. ആമേൻ, സ്തോത്രം. കർത്താവിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ തക്കവണ്ണം ഇടയാകണം. നീ ജയിക്കണം കേട്ടോ, ജയിക്കണം കേട്ടോ. അല്ലെങ്കിൽ ആരും നിന്റെ രക്ഷയ്ക്ക് തടസ്സം നിൽക്കരുത്, നീ ജയിക്കണം. ഇന്ന് പകൽ നേരം ഈ വചനങ്ങൾ സ്വർഗ്ഗം നിങ്ങളെ ബലപ്പെടുത്തുമാറാകട്ടെ. നമുക്ക് കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവസന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാം. ഹല്ലേലൂയ. നമുക്ക് ജയിക്കുവാനാ, നമുക്ക് ദൈവസന്നിധി